ഇരിക്കുവാൻ കർത്താവെ, മാറ്റമില്ലാത്ത അങ്ങയുടെ വചനത്തിന്റെ സമീപത്തേക്ക് വരുവാൻ പരിശുദ്ധ പിതാവെ അങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ നേരം അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിലേക്ക് ഞങ്ങൾ വരുന്നു കർത്താവെ. ദൂരത്തും ചാരത്തുമായി ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ, അവരുടെ ഉള്ളങ്ങളോട് പരിശുദ്ധ പിതാവെ അങ്ങ് ഇടപെടണമേ. ഞങ്ങളുടെ ഉള്ളത്തിന്, ഹൃദയത്തിന് വലിയ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം, വലിയൊരു രൂപാന്തരം വരുവാൻ കർത്താവെ ഹല്ലേലൂയ, മനസ്സിന് പുതുക്കം വരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന പരിശുദ്ധ പിതാവെ അങ്ങയുടെ കൃപ ഇന്ന് പകൽ ഞങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവെ അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരും ഒരുക്കപ്പെടുവാൻ, ലോകമോഹങ്ങളും ലോക ഇമ്പങ്ങളും വിട്ട നിനക്ക് വേണ്ടി നിലനിൽക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ശുശ്രൂഷിക്കുന്ന അടിയനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ കൊണ്ട് പൊതിയണമേ, അങ്ങയുടെ ആലോചന നൽകണമേ. അടിയന്റെ വ്യക്തിപരമായ ജീവിതത്തിലും വലിയ ക്രമീകരണങ്ങളും ശുദ്ധീകരണങ്ങളും കർത്താവ് ദൈവപ്രവൃത്തിയും വെളിപ്പെടുവാൻ അടിയനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് അനുഗ്രഹമായി തീരണമേ. കർത്തന്റെ കരം ചലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ ഒരു പരിശുദ്ധ നാമം തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ നേരം വീണ്ടും കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരും. കർത്താവ് നമ്മൾ ജീവിതത്തിൽ ചെയ്ത എല്ലാ നല്ല ദാനങ്ങൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. നമുക്ക് അധികം സമയം കളയാനല്ല, നമുക്ക് ദൈവസന്നിധിയിലേക്ക്, നമുക്ക് ദൈവവചനത്തിലേക്ക് നമുക്ക് വേഗം നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചത് എബ്രായ ലേഖനം 6-ാം അധ്യായമായിരുന്നു നമ്മൾ ചിന്തിച്ചത്. 6-ാം അധ്യായത്തിൻ്റെ അകത്ത് വളരെ ശ്രദ്ധേയമായ വിഷയം നമ്മൾ ചിന്തിച്ചത്, നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ്, പിന്മാറ്റക്കാരാരാണെന്നുള്ള വിഷയമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ നമ്മളത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ ആരാണ്, പിന്മാറ്റക്കാരാരാണ്, ദൈവകൃപയിൽ ഇരിക്കുന്ന വ്യക്തികൾ ആരാണെന്ന് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ആ വിഷയത്തെക്കുറിച്ചായിരുന്നു ചിന്തിക്കാനിടയായത്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ അതിൻ്റെ വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്തോത്രം 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 അതിൻ്റെ നമ്മൾ വായിച്ച 6-ാം അധ്യായം സ്തോത്രം അതിൻ്റെ 17 മുതൽ വായിക്കുന്നു. അതുകൊണ്ട് ദൈവം വാഗ്ദത്തങ്ങൾക്ക് അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമായി കാണിക്കുവാൻ ഇച്ഛിച്ച് ഒരാണയാലും അവർക്ക് ഉറപ്പ് കൊടുത്തു. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടിവന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് പോഷ്കു പറയുവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കുവാൻ ഇടവരുന്നു. അടുത്തത് ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ ആകുന്നു. മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, സ്വർഗത്തിലൊരു തിരശീലയ്ക്കകത്തേക്ക് ദൈവപുത്രൻ പ്രവേശിച്ചു. അതായത് മോശയിലൂടെ സ്വർഗത്തിൽ ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് കാണിപ്പാനിരിക്കുന്ന മാതൃക അനുസരിച്ച് നീ പർവ്വതത്തിൽ കണ്ട മാതൃക, പർവ്വതത്തിൽ ദൈവത്തോട് കൂടി ഇരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവസന്നിധിയിലെ ആലയം മോശയ്ക്ക് സ്വർഗത്തിലെ ദൈവം കാണിച്ചു കൊടുത്തു. ആ കാണുന്ന മാതൃക പോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ ഇവിടെ സമാഗമന കൂടാരം നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അപ്പോൾ അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്ന ദൈവ സാന്നിധ്യം, ഹല്ലേലൂയ സ്തോത്രം, പ്രാകാരത്തിലുള്ള സ്തോത്രം, പ്രാകാരവും വിശുദ്ധ സ്ഥലവും കടന്ന് അതിവിശുദ്ധ സ്ഥലത്ത്. അപ്പോൾ പ്രാകാരത്തിലിരിക്കുന്ന ജനത്തിന് ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് വരുവാൻ കഴിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മനസ്സിലാക്കണം, ആ തിരശീലകളെ കീറി സ്തോത്രം പുത്രനാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നമുക്ക് കടന്നു വരുവാൻ പുത്രൻ സകല മഹത്വം വിട്ട് ഇറങ്ങി വന്നു. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ബലപ്പെടുത്തുമ്പോൾ, അവനെ ഒരുക്കുമ്പോൾ ഈ തിരശീലയിലൂടെയാണെന്ന് ഓർക്കണം നാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഈ വലിയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ തന്നെ നമുക്ക് സ്തോത്രം മറ്റൊരു വിഷയത്തിലേക്ക് നമുക്ക് ഇന്ന് പകൽ നേരം നമുക്ക് കടക്കാം. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ ലേഖനം, അതിൻ്റെ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം
അതിൻ്റെ 3:1 മൂന്നാം അധ്യായം 1-ാം വാക്യം നമുക്ക് വളരെ പരിചയമായ വാക്യമാണ്. ആ വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ദൈവസഭയ്ക്ക് എഴുതുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ആ ലേഖനത്തിൽ 3-ാം അധ്യായം തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത്. അവിടെ കാണുന്ന പദം ഇങ്ങനെയാണ്: കാൺമിൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായ്ക കൊണ്ട് നമ്മയും. ശ്രദ്ധിക്കണം, ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ താൻ സുവിശേഷം എഴുതി, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാടുകളും എഴുതി, അപ്പോൾ തന്നെ ലേഖനം എഴുതുന്ന സമയത്ത് ഈ 3 ഭാഗങ്ങളിലും ഒരുപോലെ സന്ദർശിച്ച ഒരു വ്യക്തിയാണ് യോഹന്നാൻ അപ്പോസ്തലൻ. യോഹന്നാൻ അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പോൾ തൻ്റെ ലേഖനം ആർക്കാണ് എഴുതുന്നതെന്ന് ചോദിച്ചാൽ വിളിക്കപ്പെട്ടവർക്കാണ് എഴുതുന്നത്, തെരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് എഴുതുന്നത്. ദൈവത്തിന്റെ അനാദി നിർണയ പദ്ധതി പ്രകാരം ഭൂമിയിൽ രക്ഷാനിർണയം പ്രാപിച്ചവർക്ക് ഈ ലേഖനം എഴുതുകയാണ്. ആ ലേഖനം എഴുതി ആ ലേഖനം വായിക്കുന്നവർക്ക് ആ തിരിച്ചറിവ് ഉണ്ടാകുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. 3:1 വായിക്കുന്ന കാൺമിൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. അടുത്തത്, ലോകം അവനെ അറിഞ്ഞിട്ടില്ലായ്ക കൊണ്ട് നമ്മെയും അറിയുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർത്താവിന്റെ കാലഘട്ടത്തിൽ ജനം തിരിച്ചറിഞ്ഞില്ല. ഹല്ലേലൂയ. തന്റെ കയ്യാൽ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും നിമിത്തം ദൈവപുത്രനെ തിരിച്ചറിയേണ്ടതാണ്. പക്ഷേ തിരിച്ചറിഞ്ഞു എന്നല്ല ഇവിടെ പറയുന്നത്, തിരിച്ചറിഞ്ഞില്ലെന്നാ പറഞ്ഞത്. അപ്പോൾ ശിഷ്യന്മാര് കർത്താവിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ ദൈവപുത്രനാകുന്നു വിശ്വസിച്ചു. പക്ഷെ പെന്തക്കോസ്ത് നാൾ വരുന്നത് വരെയും അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന ഒരു അനുഭവമില്ലായിരുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ അതുവരെയും ശുദ്ധീകരിക്കപ്പെട്ടിരുന്നു. ദൈവസന്നിധിയിൽ അധികമായി കരഞ്ഞു, അധികമായി കാത്തിരുന്നപ്പോൾ പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അവരിലേക്ക് വന്നപ്പോൾ അവർ ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ആ സാക്ഷ്യം വഹിച്ച ശിഷ്യഗണങ്ങൾ അവർ പ്രാപിച്ച അഭിഷേകത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു. പ്രാപിച്ച അഭിഷേകത്തിൽ നിന്നുകൊണ്ട് സഹോദരവർഗങ്ങളോട് ഇടപെടുമ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പദവി മക്കളെന്ന പദവിയാണ്. മക്കളെന്ന ആ വലിയ പദ്ധതിയിലേക്കാണ് നമ്മളെ സ്വർഗത്തിലെ ദൈവം ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ മക്കളാണ്, നമ്മൾ അവകാശികളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഈ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ഈ ലേഖനത്തിന്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ലേഖനങ്ങളെല്ലാം പോയിന്റ് ചെയ്യുന്ന സഭയിലെ പ്രശ്നത്തെ കുറിച്ചാണ്. സഭയ്ക്കകത്ത് എന്താണ് സംഭവിക്കുന്നത്, ഏത് വിധത്തിലാണ് സഭയിലെ പ്രതിസന്ധികൾ നിലനിൽക്കുന്നത്, ഇതിനെ നോട്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ലേഖനത്തിന്റെ പ്രധാനമായ ഉദ്ദേശം. ആമേൻ. അപ്പോൾ യോഹന്നാന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഇത് തന്നെ ഇവിടെ കാണുന്നത്. ഈ 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ അടുത്ത് വായിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നാം ദൈവമക്കൾ ആകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായില്ല. അടുത്തത്, കണ്ടോ, അവിടെ വായിക്കുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ എന്താണ് ആ പറഞ്ഞ വാക്ക്, യോഹന്നാൻ ആ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം സ്തോത്രം അതിന്റെ 16 മുതൽ വായിക്കാം. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അടുത്തത്, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ശ്രദ്ധിക്കണം, എന്താണ് നമ്മളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? അവന്റെ എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിലേക്ക്
തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ രൂപത്തോട് നാം അനുരൂപപ്പെടും. അത് മനുഷ്യരൂപമല്ല. ദൈവരൂപത്തിലിരിക്കുമ്പോൾ, ആത്മാവാകുന്ന കർത്താവ് ദൈവരൂപത്തിലിരിക്കുമ്പോൾ മനുഷ്യരാകുന്ന നമ്മെ മനുഷ്യരൂപത്തിലല്ല നമ്മെ ഉറപ്പിക്കുന്നത്, നമ്മെ ദൈവദൂതന്മാർക്ക് തുല്യമാക്കി തീർക്കുകയാണ് സ്വർഗത്തിലെ ദൈവം ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ തേജസ്സാണ് നമ്മളിൽ വരുവാൻ ഇടയായി തീരുന്നത്. ക്രിസ്തുവിന്റെ തേജസ് എന്ത് നമുക്ക് സംഭവിക്കും? നാം ഇനൊരു ഗ്ലോറിഫൈഡ് ബോഡിയിലേക്ക് നമ്മൾ ഉയർന്നു വരും. നമ്മൾ തേജസ്സുള്ള ശരീരം നമ്മൾ പ്രാപിക്കും. ഈ ശരീരമല്ല നമുക്ക് ദൈവം നൽകുവാനിരിക്കുന്ന തേജസ്സുള്ള ശരീരമുണ്ട്. ആ ശരീരം എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനെ നോക്കിയിട്ട് അവൻ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഇരിക്കുമെന്ന് പറയാനേ പറ്റത്തുള്ളൂ. ശ്രദ്ധിച്ചോ, കർത്താവ് യേശു ക്രിസ്തു ഏത് വണ്ണമായിരിക്കുന്നു അവന്റെ ശരീരം, ഏത് വണ്ണമായിരിക്കുന്നു അവന്റെ തേജസ്, ആ തേജസ് പ്രാപിക്കുന്നവരായി തീരും നമ്മളും. ആമേൻ. അപ്പോ അത് വലിയ കാര്യമാണ്. കാര്യം മനുഷ്യരുടെ ബുദ്ധിക്ക് തെളിയുന്ന ഒന്നല്ല ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് ആത്മാവിനാലാണ് അതിന്റെ മർമ്മങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അത് പ്രാപിക്കേണ്ടത്. വിളിക്കപ്പെട്ടവരത് പ്രാപിക്കണം. ആ പ്രാപിക്കുന്നത് എന്താണ്? ഈ തേജസ്സാണ് നമ്മൾ പ്രാപിക്കുവാൻ ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകം കൊണ്ടോ നമ്മളുടെ ഈ ദേശം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഈ പശ്ചാത്തലം കൊണ്ടോ ഒതുങ്ങുന്ന ഒരു കാര്യത്തിനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മെ അവന്റെ രാജ്യത്തിലെത്തിക്കുക, ക്രിസ്തു ഇരിക്കുന്നത് പോലെ നമ്മെ അനുരൂപമാക്കുക, അവന്റെ മുഖതേജസ് നമ്മളുടെ ആത്മശരീരത്തിൽ പ്രാപിച്ച് നമ്മൾ അതേ തേജസ്സായി രൂപാന്തരപ്പെടുക എന്നുള്ള പദ്ധതികളാണ് നമ്മളെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഒരു വലിയ പ്രോഗ്രാമാണ് നമ്മളെ കുറിച്ച് കർത്താവ് ഒരുക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഈ നാളുകളിൽ നമ്മളെ ഒരുക്കി കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ്. വളരെയേറെ ക്രമീകരിക്കുവാനുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുവാനുണ്ട്. പരിശുദ്ധാത്മാവ് നമുക്ക് ബോധം നൽകുവാനുണ്ട്. നമ്മളുടെ ജഡത്തിന്റെ ബലഹീനതകളും ലോകമോഹങ്ങളും നമ്മളെ വിട്ടുമാറി ആത്മാവിനനുസരിച്ച് നടക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ച 3-ാം അധ്യായം നമ്മൾ വായിച്ചു തുടങ്ങുക. കാൺമിൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം. അതായത് ദൈവ സ്നേഹം എന്താണ്? പിതാവിന്റെ സ്നേഹം എന്താ? സ്വന്തം പ്രിയപുത്രനെ നൽകി. പ്രിയപുത്രനെ നൽകി കഴിഞ്ഞാൽ അതുകൊണ്ട് സ്നേഹം തീർന്നോ? സ്നേഹം തീർന്നോ? തീർന്നില്ല. പിന്നെയോ പുത്രന്റെ തേജസ് നമ്മളിൽ വരണം. അതുകൊണ്ട് തീർന്നോ? ഇല്ല. ആ തേജസ് പ്രാപിച്ച് നമ്മൾ എവിടെ ചെല്ലണം? സ്വർഗത്തിൽ ചെല്ലണം. ഹല്ലേലൂയ. സ്വർഗത്തിൽ ചെന്ന് സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കണം. ഹല്ലേലൂയ. പിതാവിന്റെ സന്നിധിയിൽ ഇരുന്ന് പിതാവിന്റെ മഹത്വം നമ്മൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. പിതാവിന്റെ സന്നിധിയിൽ നമ്മൾ ഇരുന്ന് പുത്രന്റെ തേജസ് നമ്മളിൽ വന്ന് നമ്മൾ പുത്രനോടുകൂടെ സ്വർഗത്തിൽ ഇരിക്കണം. ആമേൻ. ഈ വലിയൊരു പദ്ധതിയാണ് നമ്മളെ കുറിച്ച് സ്വർഗത്തിലെ ദൈവത്തിനുള്ളത്. ആമേൻ. അതിന്റെ 3:2 വായിക്കുന്നത്, പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. തേജസ് വന്നോ? ഇല്ല. തേജസ് വരുന്നത് വരെ നമ്മുടെ ആത്മാവ് രക്ഷ പ്രാപിച്ചു. പക്ഷെ നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് വരെ നമ്മൾ കാത്തുകൊള്ളണം. ആളുകൾ അത് വലിയൊരു കാര്യമാണ്. ഈ ശരീരം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ശരീരമല്ല. കാരണം ദൂതതുല്യരായി തീരും. ആണും പെണ്ണുമായിട്ടുള്ള ഡിഫറൻസിയേഷൻ പിന്നീടില്ല. നമ്മൾ ദൂതതുല്യരായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിനുള്ളവരെ ദൈവം തെരഞ്ഞെടുത്ത് കൊണ്ടുവരും. ഇവിടെ മീശ വിരിച്ചും ആളലിയ രോഗമാണെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ല. ആളലിയ സഹോദരന്മാർക്ക് ദൈവസന്നിധി വരുന്നതിന് വലിയ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, പ്രാർത്ഥിക്കാൻ മടിയുള്ളവരുണ്ട്. നിങ്ങളെ ആരാ വിളിച്ചു, ദൈവവചനം കേട്ടു, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ കർത്താവിനൊന്നും നഷ്ടമില്ല. കാരണം കർത്താവ് ചെയ്യേണ്ടത് ചെയ്തു. നീ ന്യായവിധിക്ക് ഒരുങ്ങും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ദൈവസന്നിധിയിൽ കരയുന്നവളെ അപ്പുറത്തെത്തിക്കുകയും ചെയ്യും. നീ ഉദ്ദേശിക്കുന്ന പോലെ നിനക്ക് വേണ്ടി പാത്രം കഴുകാനും നിന്റെ തുണി അലക്കാനും വേണ്ടി അവിടെ ചെല്ലുമെന്ന് ചിന്തിക്കരുത്. അതാ നിന്റെ വിവരക്കേട്. ഹല്ലേലൂയ. അവിടെ ദൂതതുല്യരായിട്ട് അവിടെ ചെല്ലുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇവിടെ അഹങ്കാരങ്ങളും ശാഠ്യങ്ങളും എല്ലാ ഉന്നതഭാവവും താഴെ വെച്ച് സ്വയനീതീകരണവും താഴെ വെച്ച് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തണം. നിന്റെ സ്വയനീതി കൊണ്ട് നിന്നെ ഒരിടത്തും എത്തിക്കത്തില്ല കേട്ടോ. ആളുകൾ സ്വയനീതി, ഞാൻ മിടുക്കനാ, ഞാൻ നല്ലവനാ, ഞാൻ കൊള്ളാവുന്നവനാ, എല്ലാവരും പറഞ്ഞതല്ലേ. ചിലരിങ്ങനെ വഴിപഴപ്പിച്ച് കളയുന്ന സ്വന്തം കുടുംബക്കാരും വീട്ടുകാരും സ്വന്തം അപ്പനും അമ്മയും തന്നെ ആയിരിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടാത്ത പ്രശംസ കൊടുത്ത് വളർത്തും.
ഇവർക്ക് ഒരിക്കലും പിന്നെ വചനം അങ്ങ് ചെല്ലത്തില്ല. കാര്യം ഇവരുടെ ഉള്ളിൽ കിടക്കുകയല്ലേ പണ്ട് പറഞ്ഞത്, നീ കൊള്ളാട കുഞ്ഞെന്ന് പറഞ്ഞത് അകത്ത് കിടക്കുകയാണ്. ദൈവവചനത്തെക്കാൾ അധികമായിട്ട് പല വാക്കുകളും മനുഷ്യരുടെ വാക്ക് നിന്നെ ചതിക്കാൻ അകത്തിരിപ്പുണ്ട്. അത് നീ ഉള്ളത്തിൽ നിന്ന് വിട്ടാൽ മാത്രമാ ദൈവശബ്ദം നിന്നിൽ ഫലിക്കത്തുള്ളൂ. ഹല്ലേലൂയ. പല വാക്കുകൾ ഹൃദയത്തിൽ കിടപ്പുണ്ട്, അത് മാറണം. പല വാക്കുകളും ഹൃദയത്തിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നിനക്ക് ദൈവവൈതലായിരിക്കണം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചൊരു ബോധമില്ലാത്തത്. നിനക്ക് അറിയത്തില്ല. മനസ്സിലാക്കണം കേട്ടോ. ദൈവം ഇത് അവസാനത്തെ അറ്റ കൈന്നുള്ള അവസ്ഥയിലാണ് ദൈവവചനം. രക്ഷാ പദ്ധതി. ഇവിടെ നീ ഇങ്ങനെ എന്താ പറയുന്നത്, അബ്നോർമലായിട്ട് ഇരുന്നാലേ നീ പിന്നെ ദൈവരാജ്യം കാണത്തില്ല. നിന്റെ ജഡത്തിന്റെ കുറവുകളെ നീ പരിഹരിച്ചു വേണം ഓടുവാൻ. ഹല്ലേലൂയ. വായിച്ചേ, അതിന്റെ 3:2 വായിച്ചേ അല്ലേ? വായിച്ച അടുത്ത്. അപ്പൊ അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മളെ തന്നെത്താൻ നിർമ്മലീകരിക്കുകയാണ് അല്ലേ? ഹല്ലേലൂയ. തന്നെത്താൻ നിർമ്മലീകരിക്കുകയാണ്. കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. അപ്പോ ആരെങ്കിലും വരണോ നമ്മളെ നന്നാക്കാൻ? ആരെങ്കിലും വരണോ? പറഞ്ഞേ. ഈ വചനം വായിച്ച് മാനസാന്തരപ്പെടണമെന്നാ ഇവിടെ തിരിയെടുത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതായത് സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തേനും എന്നെ ആരും ഇത് പറഞ്ഞ് പഠിപ്പിച്ചില്ലെന്ന് പറയാനായിട്ട് അവിടെ എക്സ്ക്യൂസ് ഇല്ല. നിന്റെ കയ്യിൽ 66 പുസ്തകം കിടപ്പുണ്ട്. നിന്നെ ബോധിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഉണ്ടായിരുന്നു. നീ ഒരുങ്ങിയോ? ഇല്ല, ഒരുങ്ങിയില്ല. ഞാൻ പറയാം കേട്ടോ, ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് ഈ മറ്റുള്ളവരെ ഈ പഴിചാരുന്നവരുണ്ടല്ലോ, അക്കരെ നാട് കാണത്തില്ലേ? മറ്റുള്ളവരെ പഴിചാരുക, മറ്റുള്ളവരുടെ കുറവും കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവർക്കൊരിക്കലും ഈ രക്ഷന്റെ പദ്ധതി മനസ്സിലാകത്തില്ല. എത്ര വർഷം കഴിഞ്ഞാലും അവർക്കിത് ഗ്രഹിക്കാനായിട്ട് പറ്റത്തില്ല. അതൊരു വലിയൊരു പരാജയമാണത്. എപ്പോഴും മറ്റുള്ളവരുടെ കുറവ്, അവര് കാരണം ഇവര് കാരണം, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. അതെന്താ? ശിവരി സ്വയനീതീകരണമാണ്. ചിലര് കുടുംബസമേതം ആ സ്വഭാവമുള്ളവരുണ്ട്. അപ്പനെ എടുത്താൽ സ്വയനീതീകരണം, അമ്മ എടുത്താൽ സ്വയനീതീകരണം, മക്കളെ എടുത്താൽ സ്വയനീതീകരണം. ശ്രദ്ധിക്കണേ, അങ്ങനെയുള്ളവർക്ക് ആർക്കും കർത്താവിനെ കാണാൻ പറ്റത്തില്ല. ഇതൊരു കാര്യം മനസ്സിലാക്കണം. ആരും കയ്യിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കുന്ന പരിപാടിയല്ല ഇത്. ആണോ? പോക്കറ്റിൽ നിന്ന് എടുത്ത് ഇതാ രക്ഷ കേട്ടോ, പിടിച്ചോ കേട്ടോ, രാവിലെ വൈകിട്ട് തലയ്ക്ക് ചുറ്റി ഇരുന്നോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടിയാണത്. പിന്നെയോ ഇവിടെ എന്താ ഈ വചനം എന്താ പറയുന്നത്? ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. അവനിൽ ഈ പ്രത്യാശ ഉണ്ടോ? ക്രിസ്തുവിൽ പ്രത്യാശയുണ്ട്. ചിലർക്ക് പ്രത്യാശ പണത്തിലാ, ചിലർക്ക് പ്രത്യാശ മക്കളില്ല, ചിലർക്ക് പ്രത്യാശ അവർ വെച്ച വീടില്ല, ചിലർക്ക് പ്രത്യാശ അവരുടെ മാതാപിതാക്കന്മാരില്ല. അങ്ങനെയുള്ളവർക്കൊന്നും ഈ പ്രത്യാശ ഉണ്ടാകത്തില്ല. കാര്യം നിനക്ക് 2 യജമാനന്മാരെ സേവിക്കാൻ പറ്റുമോ? ഇല്ല. നിനക്ക് ദൈവത്തെ സേവിച്ചാൽ ദൈവത്തെ മാത്രമേ സേവിക്കാൻ പറ്റത്തുള്ളൂ. നീ ദൈവത്തെ സേവിക്കുന്നവനാണെങ്കിൽ നിന്റെ വാക്ക് പലരോട് കഠിനമാവും. ലോകത്തിലുള്ള കഠിനവാക്കിനെല്ലാം കാരണം അവർ ഭക്തന്മാരായതുകൊണ്ടല്ല, പാവികളായിട്ടുള്ളവരും ഉണ്ട്. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യം അങ്ങനെയല്ല. നിനക്ക് പ്രത്യാശ ക്രിസ്തുവിലുണ്ടോ? ഹല്ലേലൂയ. തന്നെത്താൻ നിർമ്മലീകരിക്കണം അല്ലേ? എന്നാ വായിച്ച വാക്യം? അവനിൽ ഈ പ്രത്യാശയുള്ളവനല്ല. കണ്ടോ, ക്രിസ്തു നിർമ്മലനായിരിക്കുന്നു. കണ്ടോ, നമ്മൾ മനസ്സിലാക്കണം, കർത്താവിൽ ഒരു തെറ്റുമില്ല, കർത്താവിൽ ഒരു കുറവുമില്ല. നമ്മൾ ഇത് ഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ ആരെയാ നോക്കുന്നേ? ഇതൊന്ന് തീരുമാനം ഉണ്ടാക്കാൻ. നമ്മൾ ആരെയാണ് നോക്കുന്നത്? നമ്മൾ ആരെയാണ് മാതൃകയാക്കുന്നത്? നമ്മളുടെ ആരെയാണോ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, നമ്മൾ അവരെ പോലെ ആയിത്തീരും. ചിലർക്ക് മക്കളെ ഭയങ്കര സ്നേഹം, മക്കളുടെ വാക്ക്, നടപ്പ്, നോട്ടം എല്ലാം ഇഷ്ടമാണ്. അതുകൊണ്ട് ചില സമയത്ത് അവര് മക്കളെ പോലെ ഇങ്ങനെ പെരുമാറും. പക്ഷേ ഞാൻ പറയാൻ കേട്ടോ, ഒരു രക്ഷയുടെ അനുഭവത്തിൽ അല്ലെങ്കിൽ അതൊക്കെ നല്ലതാ, എല്ലാവരുടെ അനുമോദനമൊക്കെ കിട്ടും അല്ലേ? തിരിഞ്ഞ് കുഞ്ഞുങ്ങളെ പോലെയൊക്കെ വരുന്നു കണ്ടോന്ന്. പക്ഷേ നീ വചനത്തിന് മുമ്പിൽ ബിഗ് സീറോയാണ്. നീ ക്രിസ്തുവിനെ നോക്കണം. കാൽവറിയിൽ ദൈവപുത്രൻ പരമയാഗമായി തീർന്നപ്പോൾ
അവന്റെ ശരീരം പാപികൾക്ക് വേണ്ടി നുറുക്കപ്പെട്ടു. അവനിൽ അകൃത്യവോ പാപമോ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് മൂന്നാം നാൾ അവനെ മരണവാസങ്ങളെ അഴിച്ച് പിതാവ് അവനെ ഉയർപ്പിച്ചത്. മനസ്സിലാക്കണം, പാപമില്ലാത്തവനിൽ നമ്മൾ ശരണപ്പെടണം. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയാണ്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാണ്. അവൻ തേജസ് പ്രാപിച്ചാണ് പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത്. അവനിൽ അകൃത്യമോ തെറ്റോ കുറവുകളോ ഇല്ല. അതാണ് നമുക്ക് ഏറ്റവും നല്ല മാതൃക. യേശു ക്രിസ്തു മാത്രമേ മാതൃക. ഞാൻ ഈ ബൈബിൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ ചിലരുടെ ടീച്ചിങ്സ് അല്ല, ചിലരുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു, ഇത് ഈ ദൈവജനമായിട്ടൊരു ഒരു ബന്ധമില്ലല്ലോ എന്ന് ചിലപ്പോൾ ചിന്തിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ ചിലരൊക്കെ പറയുന്നത് നമ്മളോട് ഈ മോട്ടിവേഷൻ തരും. ചിലര് മോട്ടിവേഷൻ തരുന്ന എന്താണെന്ന് ചോദിച്ചാൽ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആരെ പോലെ ആകണം, നിങ്ങൾ അവരെ മാതൃകയാക്കിക്കണം. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബിഷപ്പ് വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ്, ബിഷപ്പ് പലപ്പോഴും പല ബിഷപ്പുകാരും വരുന്നു. അപ്പോൾ ഒരു ബിഷപ്പ് വന്നിട്ട് പറയുക, നിങ്ങൾക്ക് ആരെയാ മാതൃകയാക്കണ്ടേ? എന്നിട്ട് ഇദ്ദേഹം പറയും, ഞാനൊരു വ്യക്തിയെ പറയാം. ആരാ? ഡോക്ടർ APJ അബ്ദുൽ കലാം. അന്ന് ആ കാലഘട്ടത്തിൽ ട്രെൻഡ് അതായിരുന്നു. അദ്ദേഹം ഏതാണ്ടൊക്കെ അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈലും കുറെ അനുഭവങ്ങളൊക്കെ വന്നു. അതായത് താൻ ചെറുപ്പത്തിൽ പത്രം വിൽക്കുന്ന വ്യക്തിയായിരുന്നു. പിന്നെ കുറെ കഠിനാധ്വാനം എല്ലാം ചെയ്തു. പിന്നീടാണ് താൻ എഞ്ചിനീയർ ആയി തീർന്നത്. പിന്നെ നാസയിൽ നമ്മളുടെ ISROയിൽ പ്രവർത്തിച്ചു. പല പ്രോജക്റ്റുകൾ ചെയ്തു. പിന്നീട് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയി തീർന്നു, അല്ലേ? അപ്പൊ അങ്ങനെ വളരെ വ്യക്തിത്വം. ഇപ്പൊ എല്ലാവരുടെയും മോട്ടിവേഷൻ എനിക്ക് APJ അബ്ദുൽ കലാം ആണോ എന്നുള്ളതായിരുന്നു ആ കാലഘട്ടത്തെ ചിന്താഗതി. പക്ഷെ ഞാൻ ഇന്ന് ഈ വചനത്തിന് മുമ്പിൽ നിന്നിട്ട് ഞാൻ പറയാം കേട്ടോ, അവരെ ആരെ മാതൃകയാക്കരുത്. അത് അവരുടെ ആരുടെയും കുറവ് കൊണ്ടല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ, നമുക്ക് മാതൃക ക്രിസ്തു മാത്രമായിരിക്കണം. പലതും പുറത്ത് കേൾക്കും, ശ്രദ്ധിക്കണം കേട്ടോ. ഹല്ലേലൂയ, പലരും പുറത്ത് കേൾക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ മാതൃക നീ ആരെ മാതൃകയാക്കുന്നു ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, രക്ഷിക്കപ്പെടാത്തവർ പലരെ മാതൃകയാക്കുന്ന നീ കേൾക്കുന്നേ. പലരെ പോലെ നടക്കും, പലരെ പോലെ സംസാരിക്കും. അതൊന്നും നിന്റെ വിഷയമല്ല. നിന്റെ വിഷയം എന്നാണെന്നറിയാമോ? നീ തന്നെത്താൻ ഒരുങ്ങണം. നീ തന്നെത്താനെ ഒരുങ്ങണം, അതാണ് വിഷയം. ശ്രദ്ധിക്കണം. അടുത്തത് വായിച്ചേ. കണ്ടോ, പാപം ചെയ്യുന്നവൻ അധർമ്മം ചെയ്യും. അപ്പൊ ക്രിസ്തുവിനെ അല്ല വേറെ ആരെങ്കിലും മാതൃകയാക്കുന്നുണ്ടെങ്കിൽ, ആരാ? നമ്മുടെ കാര്യമാണ് പറയുന്നത്. നമ്മളാരാ? രക്ഷിക്കപ്പെട്ട ദൈവമക്കള്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ക്രിസ്തുവിനെ അല്ല മറ്റാരെങ്കിലോ മറ്റെന്തിനെങ്കിലും മാതൃകയാക്കിയിട്ടുണ്ടെങ്കിൽ അത് പാപമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. വായിച്ചാട്ടെ. അടുത്ത് അധർമ്മം തന്നെ. കണ്ടോ, കർത്താവായ യേശു ക്രിസ്തുവിൽ പാപമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ പാപമില്ല. പാപം നമ്മൾ ചെയ്ത നമ്മൾ ഔട്ടാവും. ഞാനാണെങ്കിലും ഔട്ടാവും. ഹല്ലേലൂയ, ഔട്ടാവും. അതിനൊരു മാറ്റമില്ല. വായിച്ചേ. കണ്ടോ, ക്രിസ്തുവിൽ വസിച്ചാൽ ഒരു ഗുണം ഇതാണ്, നമുക്ക് പാപം ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ എപ്പോഴാണോ നമ്മുടെ ആശ്രയം ക്രിസ്തുവിൽ നിന്ന് മാറ്റുന്നത്, അപ്പോഴാണ് പാപം ചെയ്യാൻ തുടങ്ങുന്നത്. ഇന്ന് ആരെങ്കിലും സ്നാനപ്പെട്ടിട്ട് വീണ്ടും പാപം ചെയ്യുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നീ ഇതുവരെ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല. നീ ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ട്, നിനക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല. നിനക്ക് തോന്നിവാസം പറയാൻ പറ്റത്തില്ല. ആവശ്യമില്ലാത്ത നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ആവശ്യമില്ലാത്ത വിഷയങ്ങൾ കേൾക്കാനും ആവശ്യമില്ലാത്ത വിഷയങ്ങളെ ചർച്ച ചെയ്യാനൊന്നും അനുവാദം കാണത്തില്ല. നീ അതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അടിവരയിട്ട് പറയാം, എത്ര വലിയവനാണെങ്കിൽ ചെറിയ ഒരു കാര്യം പറയാം, ആ വ്യക്തി ഇതുവരെ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല. ഹല്ലേലൂയ, ക്രിസ്തുവിനെ കണ്ടിട്ടില്ല. കണ്ടോ, അതിന്റെ തെളിവതാണ്, ക്രിസ്തുവിനെ കണ്ടിട്ടില്ല. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ തിരിച്ചൊരു ചോദ്യമുണ്ട്, കർത്താവിനെ കാണാതെ വിശ്വാസം ജീവിക്കാൻ പറ്റുമോ? ഈ വിശ്വാസ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്നെ വെള്ളവിടുപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണോ വിശ്വാസ യുദ്ധം? പിന്നെ എന്നതാ വിശ്വാസ യുദ്ധം? ക്രിസ്തു നിന്റെ ജീവിതത്തിൽ, നിന്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണം. നീ അത് അനുവദിക്കാത്തിടത്തോളം നീ പാപത്തിലാണ്. ഹല്ലേലൂയ, അത് ഹൃദയത്തിൽ ഇരിക്കുകയല്ലേ ഓരോന്ന്. എന്നതൊക്കെയാണ് എണ്ണാൻ വെച്ച് നമുക്ക് മടി തോന്നുമ്പോൾ ഹൃദയത്തിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ അട്ടി വെച്ചിരിക്കുക. അതാ ഈ ഒത്തിരി പേരെ അവരുടെ മാതാപിതാക്കന്മാര് തന്നെ നശിപ്പിച്ചേക്കുന്നത്. ഒത്തിരി പേരെ അവർ ചെറുപ്പത്തിൽ പറഞ്ഞു പഠിപ്പിക്കുന്ന പലതും അവരുടെ ഹൃദയത്തിൽ കിടക്കും. അവർക്ക് അത് വിട്ടുപോകാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ച് ഒന്ന് ഇടതോട്ടോ വലതോട്ടോ ഒന്ന് തിരിഞ്ഞാൽ അപ്പോഴേ അവർ കിടന്ന് ദേഷ്യപ്പെടാൻ തുടങ്ങും. കാരണം അകത്ത് ഒരു ക്രമീകരണം വന്നിട്ടില്ല.
ശരിക്കും പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല അവര്. ആമേൻ. വായിച്ചേ. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അപ്പോൾ ശ്രദ്ധിക്കണം, പാപം ചെയ്യാം, പാപം ചെയ്താലും കുഴപ്പമില്ല. കർത്താവ് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, നമുക്ക് വിടുതലും മോചനം തരും കേട്ടോ. അതുകൊണ്ട് സാരമില്ലെന്നേ, വീഴാത്ത ആരെങ്കിലും ഉണ്ടോന്നേ, പാപം ചെയ്യാത്ത ആരുമില്ലെന്നേ. ഇത് പറയുന്നത് വഞ്ചനയാണ്. ഹല്ലേലൂയ. ഇത് വഞ്ചനയാണ്. വായിച്ചേ, ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാവുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാവുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. അപ്പോൾ ശ്രദ്ധിക്കണം, ദൈവസഭയ്ക്കകത്ത് രക്ഷിക്കപ്പെട്ടവരോട് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? 2 മക്കളുണ്ട്. ഒന്ന് സാത്താന്റെ മക്കള്, പിശാചിന്റെ മക്കള്, ഒന്ന് കർത്താവിന്റെ മക്കള്. ഈ പാരമ്പര്യ സഭകള് പെന്തക്കോസിന്റെ അകത്തുണ്ട് കേട്ടോ. പിന്നെ പഠിപ്പിച്ചു വരുമ്പോ ദൈവമക്കൾ ആരാന്ന് ചോദിച്ചാൽ നമ്മളാന്ന് പറയും. പിശാചിന് അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് പിശാചിന്റെ മക്കളല്ലേ? എന്നാ പിശാചിന്റെ മക്കൾ ആരാന്ന് ചോദിച്ചാൽ പറയും അത് രക്ഷിക്കപ്പെടാത്തവര്. അവരാരാ? അവര് നമ്മുടെ പുറത്തുള്ളവര്. അപ്പോ സഭയ്ക്കകത്തുള്ളവര് ദൈവമക്കളും പുറത്തുള്ളവര് പിശാചിന്റെ മക്കളും എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ അങ്ങനെ പിശാചിന്റെ മക്കളെ തിരിച്ചറിയിക്കാൻ എന്തിനാ ലേഖനത്തിന്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്? കാര്യം യഥാർത്ഥ പിശാചിന്റെ മക്കള് സംഘടനയ്ക്ക് തിരിപ്പുണ്ട്. ദൈവത്തിന്റെ മക്കളും പിശാചിന്റെ മക്കളും അല്ലേ? സ്തോത്രം. അവിടെ വായിക്കുന്ന കുഞ്ഞുങ്ങൾ ആരും നിങ്ങളെ തെറ്റിക്കരുത്, അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകും. ശ്രദ്ധിക്കണേ, ഈ എല്ലാവരും അകത്തിരിക്കുന്നത്, സംഘടനയ്ക്കകത്തിരിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. പിന്നെ എവിടെ തെറ്റിക്കുന്നത്? ആരാരെയാ തെറ്റിക്കുന്നത്? അങ്ങനെയല്ല. നിങ്ങളെ തെറ്റിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രണ്ട് അത് പിശാചിന്റെ മക്കളും ദൈവത്തിന്റെ മക്കളും, ഇത് രണ്ടും ഒരു സംഘടനയ്ക്കകത്താണ്. യോഹന്നാൻ ഈ ലേഖനം എഴുതുന്ന അത് ആരാണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. ആരെങ്കിലും ഇന്ന് നമ്മളൊരു ഏതെങ്കിലും വ്യക്തി ഒരു വീഴ്ചപ്പെട്ടു, ആ വ്യക്തിക്ക് നേരെ ബോധം വരുത്തേണ്ടത് നീയാണെന്ന് പറഞ്ഞാൽ ഇന്നത് നമ്മളെ അപമാനിക്കുന്നതിന് തുല്യമോ അല്ലേ? അല്ലെങ്കിൽ എന്താ വേണേ കേസ് എടുക്കാം, മാനഹാനത്തിന് വേണേ കേസ് കൊടുക്കാം. ഇതൊക്കെ ഉള്ള രാജ്യത്തായിരിക്കുന്നു. അപ്പോൾ സ്തോത്രം, ഇന്ത്യയുടെ ഭരണഘടനയെ അവിടെ വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് ദൈവവചനം പറയാൻ നോക്കുമ്പോൾ ദൈവവചനത്തിലെ പല കാര്യങ്ങൾ വ്യക്തിപരമായ പല കാര്യങ്ങളെയും സ്പർശിക്കുന്നതാണ്. മറുവശത്ത് എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും എൻ്റെ അവകാശത്തെയും ഹനിച്ചു എന്ന് പറഞ്ഞു കൊടുത്താൽ രാജ്യം അത് കേസാക്കി എടുത്താലും ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ അത് കുറ്റം തന്നെയാണ്. മനസ്സിലാക്കണം. ഹല്ലേലൂയ. എന്താണ് ആ വാക്യം വായിച്ചത്? നിങ്ങളുടെ വായിച്ചേ. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്, അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. കണ്ടോ, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. കണ്ടോ, പാപത്തിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ. ആളെ ഒരു ബന്ധനമായിട്ട് തന്നെ അവിടെ കാണിക്കണം. അതിനെ അഴിക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അടുത്തത് അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്ക് പാപം ചെയ്യാൻ കഴിയത്തില്ല. കാര്യം അവരുടെ മനസാക്ഷിയെ, ഹൃദയത്തെ എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കും സ്വർഗത്തിലെ ദൈവം. അവർക്ക് ബോധം കൊടുക്കും. നീ പാപം ചെയ്തു കഴിഞ്ഞാൽ നീ ചെയ്ത തെറ്റ് അവർക്ക് ബോധ്യം കൊടുക്കും. അങ്ങനെ സ്തോത്രം, ദൈവത്തിൽ നിന്നൊരു നിരോധനം വരുമ്പോൾ ദൈവസന്നിധി കരയാനും ഹാളിൽ നിലവിളിക്കാനും തുടങ്ങും. അങ്ങനെ അവർ പശ്ചാത്തപിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരും. ഹല്ലേലൂയ. അവർ മടങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത മുറിയിൽ നിന്ന് ഇപ്പുറത്തെ മുറി വരുന്നു എന്നല്ല അർത്ഥം. അവര് കൃപ വിട്ട് ദൈവ കൃപയിലേക്ക് കയറൂന്ന്. മനസ്സിലായോ? അവർ ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങും. മടങ്ങി വരും എന്ന് പറഞ്ഞാൽ ദൈവ കൃപയിലേക്ക് മടങ്ങി വരണം, ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരണം, ദൈവ വചനത്തിലേക്ക് മടങ്ങി വരണം. അതാണ് മടങ്ങി വരവെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ മടങ്ങി വന്നിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും പരീക്ഷിച്ചോണേ, നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചോണം. നമ്മളും മടങ്ങി വന്നിട്ടുണ്ടോ എന്ന് ചിന്തിച്ചോണം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ. കർത്താവിന്റെ തിരുമേശ ഇവിടെ ഉണ്ടല്ലോ, വായിച്ചേ. അവൻ
അവന്റെ വിത്ത് ആ. അവനിൽ വസിക്കുന്നു. ആ ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ ആ. അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. കണ്ടോ, അവന്റെ വിത്ത് അവനിൽ, വസിക്കുന്നു. കണ്ടോ, കർത്താവിന്റെ വിത്ത് മടങ്ങി വരുന്നവനിൽ വസിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിൽ, ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ പാപം ചെയ്യാൻ തുടങ്ങുമ്പോഴേ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടാൻ തുടങ്ങും. ഇത് തെറ്റാണ്, ഇത് സ്തോത്രം അയോഗ്യമായ വഴിയാണെന്നുള്ളത് പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങും. അത് ഇടപെട്ട് കഴിയുമ്പോൾ നമ്മളെ മടക്കി കർത്താവ് കൊണ്ടുവരും. ആമേൻ. പക്ഷെ മടക്കി കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ കർത്താവ് പറയും മടങ്ങി വരേണ്ടത് നമ്മളാ. നമ്മൾ അവസാനിപ്പിക്കേണ്ട ചിലത് അവസാനിപ്പിക്കണം, മനം തിരിയേണ്ട മേഖലകളെ മനം തിരിയണം. ഇന്ന് പകൽ നേരം കർത്താവ് നമ്മൾ അതിന് ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. അടുത്ത് വായിച്ചേ. ആ ദൈവത്തിന്റെ മക്കൾ ആരെന്നും ആ. പിശാചിന്റെ മക്കൾ ആരെന്നും ആ. ഇതിനാൽ തെളിയുന്നു. ശ്രദ്ധിക്കണം, പിശാചിന്റെ മക്കൾ ആര്, ദൈവത്തിന്റെ മക്കൾ ആരെന്ന് ഇത് കൃത്യമായിട്ട് അറിയാം. രക്ഷിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ സ്നാനപ്പെട്ട് സ്തോത്രം ദൈവസന്നിധി വന്നിട്ട് പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പിശാചിന്റെ മകനാ. അവർ സഭയ്ക്ക് പുറത്തല്ല, സഭയ്ക്ക് അകത്താണ് ആ പിശാചിന്റെ മക്കൾ ഇരിക്കുന്നത്. അപ്പോൾ തന്നെ ദൈവത്തിന്റെ മക്കൾ ആരാണ്? നീതി ചെയ്യുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. സ്തോത്രം. നിങ്ങളുടെ പാപത്തിന്റെ ഓപ്പോസിറ്റ് എന്നാണെന്നറിയാവോ? ഓപ്പോസിറ്റ് വേടെന്താ? പാപത്തിന്റെ ഓപ്പോസിറ്റ് പദം എന്താ? പാപത്തിന്റെ ഓപ്പോസിറ്റ് നീതിയാണ്. മനസ്സിലാവുന്നുണ്ടോ? പാപത്തിന്റെ വിശുദ്ധിയല്ല, പാപത്തിന്റെ ഓപ്പോസിറ്റ് നീതിയാണ്. നീതി പ്രവർത്തികളും പാപപ്രവർത്തികളുമാണ്. നീതി പ്രവർത്തികൾ നമ്മൾ ചെയ്യുവാൻ യേശു രക്തത്തിൽ നമ്മളെ നീതീകരിച്ചിരിക്കുക. നമ്മൾ ദൈവാത്മാവ് നടത്തപ്പെടുകയും പാപത്തിനെതിരെ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും നീതി പ്രവർത്തികളാണ്. പാപം വരുമ്പോൾ അത് ചെയ്യാതിരിക്കുന്ന നമ്മൾ അത് വഴികളിൽ നിന്ന് ഒഴിയുന്നത് നീതി പ്രവർത്തികളാണ്. ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആ നീതി പ്രവർത്തികൾ ചെയ്യുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അടുത്തത് വായിച്ചേ. ആ നീതി പ്രവർത്തിക്കാത്തവൻ ആരും ആ സഹോദരനെ സ്നേഹിക്കാത്തവനും ആ. ദൈവത്തിൽ നിന്നുള്ളവനാണ്. കണ്ടോ, നീതി പ്രവർത്തിക്കാന്നുണ്ടെങ്കിൽ വിശുദ്ധ പ്രവർത്തികളെ ചെയ്യണം. പാപമില്ലാതെ വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്ന പ്രവർത്തികൾക്കാണ് നീതി പ്രവർത്തികൾ എന്ന് പറയുന്നത്. അങ്ങനെ നീതി പ്രവർത്തിക്കുകയും ചെയ്യണം. അടുത്തത് സഹോദരനെ സ്നേഹിക്കാത്തവനും ആ. ദൈവത്തിൽ നിന്നുള്ളവനല്ല. കണ്ടോ, അവിടെ വായിക്കുന്നത് എത്രാം വാക്യം അത്? 10. അവിടെ വായിക്കുന്നത് ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും നമുക്ക് ഇതിനറിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളതല്ല. ഈ സഹോദരനെ സ്നേഹിക്കുന്നതിന് കാരണം എന്നാണെന്നറിയോ? ഇത് കേക്ക്. സഹോദരൻ ആരാ? എന്നെ ശുദ്ധീകരണത്തിനായി വിളിച്ച ദൈവം എനിക്ക് കൽപ്പനകളെയും പ്രമാണങ്ങളെയും ദൈവവചനവും തന്നതുപോലെ ഈ സഹോദരനെയും വിളിച്ചിരിക്കുന്നു. എനിക്ക് ലഭിച്ചതെല്ലാം ഈ സഹോദരന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരൻ്റെയും ഇടയിൽ ഒരു ആത്മീകമായ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? അത് രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈതലിന്റെ ചെവിയിൽ തോന്നിവാസം പറയാൻ പാടില്ല. നമ്മളുടെ ഇടയിൽ ആവശ്യമില്ലാത്ത അശുദ്ധിയെക്കുറിച്ച് ഇടപെടാനോ സംസാരിക്കാനോ പാടില്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഈ സഹോദരന്മാര് തമ്മിൽ സഭയ്ക്കകത്ത് കിടന്ന് ബഹളങ്ങളും വഴക്കുകളും തെറിവിളികളും ഭീഷണികളെല്ലാം ഉണ്ടാകുമ്പോൾ തിരിച്ചറിയണം കൃത്യമായ വചനവിരുദ്ധതയാണ് ആ കാണിക്കുന്നത്. അവൻ രക്ഷിക്കപ്പെട്ടൊരു ദൈവവേദല. അവനെ കാണുന്നത് ജാതിയുടെ പേര് പറഞ്ഞ്, പണത്തിന്റെ പേര് പറഞ്ഞ്, സൗന്ദര്യത്തിന്റെ പേര് പറഞ്ഞ് മറ്റെന്തെങ്കിലും ഡിഫറൻഷിയേറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ വലിയ തെറ്റ് തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ അധികം നമ്മുടെ നാവ് കടിഞ്ഞാണിടുകയാണ് വേണ്ടത്. ആമേൻ. ഒരു പരിധി വരെയുള്ള പാപങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ക്ലോസ് ആയിക്കോളും. മനസ്സിലായോ? ആവശ്യമില്ലാത്തത് സംസാരിച്ചാൽ നമ്മളവിടെ കുറ്റക്കാരായി തീരും. ആമേൻ. അവിടെ വായിക്കുന്ന ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്ന് ഉള്ളവനല്ല. ശ്രദ്ധിക്കുന്ന രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ? നിങ്ങൾ ശ്രദ്ധിക്കുന്ന രക്ഷിക്കപ്പെട്ടതാണോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നതിൻ്റെ അകത്ത് വലിയ സ്വർഗീയ മാന്യത നമ്മൾ ഹല്ലേലൂയ വെച്ചുകൊള്ളണം. നമ്മളറിയാം, ചിലർ വാ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നരകം വാ പൊളിക്കുന്ന പോലെയാണ് ചിലത്. ഒരു കൃപയില്ലാത്ത വാക്യം. ഹല്ലേലൂയ. ഒരു ദൈവസ്നേഹമോ കരുണയോ ദയയോ കനിവൊന്നുമില്ലാത്ത നാവുകളുണ്ട് പെന്തക്കോസില്. എന്തുകൊണ്ടാ അത് സംഭവിക്കുന്നേ? ഇതാണ് അതിന്റെ കാരണം. ഹല്ലേലൂയ. സഹോദരനെ സ്നേഹിക്കാത്തവരും
അതുപോലെ സ്തോത്രം, ഹല്ലേലൂയ, നീതി പ്രവർത്തിക്കാത്തവനും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളതല്ല. ഹല്ലേലൂയ. എന്തെങ്കിലും സഹോദരന്മാരുടെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടായാൽ ഉടനെ അത് പരിഹരിച്ചിരിക്കും. ഹല്ലേലൂയ. നിങ്ങളൊരു കാര്യം അറിയാം, അവിടെ പ്രായമൊന്നും വിഷയമൊന്നുമല്ല. എനിക്ക് 19 വയസ്സുണ്ട്, ഞാനാണോ വേണ്ട, അവനിങ്ങോട്ട് വരികയല്ല വേണ്ട. ഇതൊക്കെ പാപത്തിൽ നിന്നാ. ദൈവാത്മാവ് നിന്നിലുണ്ടെങ്കിൽ 90 വയസ്സായി നീ വടി കുത്തിപ്പിടിച്ച് അവന്റെ അടുത്ത് ചെല്ലും, 20കാരൻ്റെ അടുത്ത്. കാരണം എന്നാ? ഇതാണ് അതിന്റെ പ്രമാണം. ഹല്ലേലൂയ. ഇതാണ് അതിന്റെ പ്രമാണം. 25-30 വയസ്സുള്ള ഒരുത്തൻ, ആളല്ലേ ഞാൻ ചെറുപ്പമല്ലേ, എനിക്ക് എന്നാ വേണം ചെയ്യാൻ, കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ നീ ക്രമീകരിച്ചില്ലേ അക്കരെ നാട് കിടക്കത്തില്ല. ഈ ആരോഗ്യവും ചുറുചുറുപ്പൊക്കെ അങ്ങ് മാറും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ മനസ്സിലാക്കണം, നിലനിൽക്കുന്നത് ദൈവത്തിന്റെ വചനം മാത്രമേ ഉള്ളൂ. നിലനിൽക്കുന്നത് ദൈവത്തിന്റെ പ്രമാണം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അതിന്റെ 11-ാം വാക്യം, നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് ഞാൻ അന്യോന്യം സ്നേഹിക്കണം. കണ്ടു. അപ്പോൾ ആദ്യം മുതൽ യോഹന്നാനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിരുന്ന കാര്യം എന്താണ്? സ്തോത്രം. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അന്യോന്യം സ്നേഹിക്കണം. ആരെയും അന്യോന്യം സ്നേഹിക്കുന്നത്? രക്ഷിക്കപ്പെടാത്തവർ വന്നു നിന്നിട്ട് പറയും നമ്മൾ അന്യോന്യം സ്നേഹിക്കണമെന്നാണ് ബൈബിള് പറയുന്നതെന്ന് പറയും. രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല, അഭിഷേകം പ്രാപിച്ചിട്ടില്ല, വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ല, ഒന്നുമില്ല ജീവിതത്തിൽ, ഒന്നും ഒരു അവസ്ഥയില്ല. എന്നിട്ട് അവര് വെളുക്കുന്നത് നമ്മൾ അന്യോന്യം സ്നേഹിക്കണമെന്നാ ബൈബിള് പറഞ്ഞേക്കുന്നതെന്ന്. ആണോന്നൊന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെ നെറ്റി ഉളിയും ചെയ്യും. ഇത് ആരോടാ പറഞ്ഞേക്കുന്നേ? സഭയ്ക്കകത്ത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളോടാണ് പറഞ്ഞിരിക്കുന്നത്. ആരോട്? തമ്മിൽ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. ഹല്ലേലൂയ. ചിലർ ചോദിക്കുന്ന, നിന്നെ കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത, നീ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുമോ? അല്ലേ? ഈ നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്ന സഹോദരൻ എന്ന് പറയുന്ന ആരാ? രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുമ്പോൾ കുഞ്ഞാടിന് രക്തം കൊടുത്ത് വീണ്ടെടുത്തിരിക്കുന്ന ഓരോ വ്യക്തിയും നമ്മുടെ സഹോദരങ്ങളാണ്. ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ സഹോദരങ്ങളാണ്. അവരെയാണ് സഹോദര വർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ നാം സ്നേഹിക്കുന്നെങ്കിൽ മാത്രമാ ഇന്ന് നമ്മൾ മുഖാമുഖം കണ്ടിട്ടില്ലാത്ത ക്രിസ്തുവിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. കാര്യം നമ്മൾ ഇവിടെ പൂരിപ്പിക്കുകയാണ്, അല്ലേ? രക്ഷിക്കപ്പെട്ടൊരു ദൈവൈതലിനെ നമ്മൾ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്നാ? കാരണം കർത്താവിന്റെ സ്നേഹമാണ് അത് ചെയ്യുന്നത്. കർത്താവ് ഇവിടെ ഇല്ലല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. കർത്താവിന്റെ സ്നേഹം നമ്മളിവിടെ പൂരിപ്പിക്കുന്നത് എങ്ങനെയാ? കുഞ്ഞാന്റെ രക്തത്താൽ കഴുകപ്പെട്ടൊരു ദൈവപൈതലിനോട് നമ്മൾ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് അന്യോന്യം സ്നേഹിക്കണമെന്നല്ലോ ആവുന്നു. കയ്യൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ അല്ല. അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തന്റെ പ്രവൃത്തി ദോഷവും സഹോദരന്റേത് നീതിയുള്ളതുമാത്രേ. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരൻ, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വീണ്ടും എവിടെയാണ് ഈ മരണം കയറി വരുന്നത്? ഹല്ലേലൂയ. നമ്മൾ ശരിക്കും വിവേചിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ പറയട്ടെ, വിശ്വാസികളിലുള്ള കാറ്റഗറി വിട്ടിട്ട് പാസ്റ്റർമാരുടെ ഇടയിലേക്ക് നമുക്ക് നോക്കാം. അവിടെ കാണുന്ന ഭിന്നത എന്നതാ? ഒരുത്തര് വേറൊരുത്തനെ കണ്ടുകൂടാ. നോക്കുന്ന നോട്ടവും വ്യാഖ്യാനവും ഇരിപ്പും എല്ലാം കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാം സംഭവം ഇത് ദൈവസ്നേഹം വെളിപ്പെടുത്താനല്ല ഇരിക്കുന്നത്. എന്താ കാരണം? ഈ ഇരിക്കുന്ന അനുഭവത്തിൽ നമ്മൾ ദൈവരാജ്യത്തിൽ ചെന്ന് ഇരിക്കേണ്ടവരാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ 1, 2, 3 ദിവസമല്ല, യുഗായുഗം ഇരിക്കേണ്ടതാണ്. മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പലരും നമ്മളുടെ വിമുഖത കാണിച്ച് അലംഭാവത്തോടുകൂടെ പെരുമാറുമ്പോൾ നമ്മൾ അവരോടൊന്നും പ്രതികരിക്കാൻ പോകരുത്. അവർ തെറ്റ് ചെയ്തേക്കുകയാണ്. അവർ മടങ്ങി വന്ന് അവർ വചനം അനുസരിക്കാതെ അക്കരെ നാട്ടിൽ പോകത്തില്ല. എത്ര മൂത്ത പാസ്റ്ററാണെങ്കിലും ശരി, ഇത് വചനം ഒന്നേ ഉള്ളൂ.
ഹല്ലേലൂയ. വിശ്വാസം ഇത് തന്നെ, വിശ്വാസികളും ഇത് തന്നെ. ഹല്ലേലൂയ. തമ്മിൽ ഇടപെടുകയോ സംസാരിക്കുകയോ ചെയ്യാതെ വലിയ ദൂരപരിധി ഇട്ട് നിൽക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. നോക്കുന്ന നോട്ടം കാണും, ഇങ്ങനെ അടിമുടി. ഈ ചിലരുടെ നോട്ടം കാണുമ്പോൾ അറിയാം ഇത് ദൈവസ്നേഹത്തിലല്ല ഇവന് കിടക്കുന്നതെന്ന്. സർവത്ര സംശയവും സർവത്ര കുബുദ്ധിയും കുരുട്ടുബുദ്ധിയായിട്ടിരിക്കുന്നവരുണ്ട്. പറയാതെ പറ്റത്തില്ല. ഈ വചനമൊക്കെ ഇവരുടെ ഹൃദയത്തിലുണ്ടോ? ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്ന കാര്യമല്ല ഈ ചെയ്യുന്നേ. അതാണ് അതിൻ്റെ അകത്തെ വളരെ ഗൗരവകരമായ കാര്യം. ഇവിടം കൊണ്ട് അവസാനിക്കുന്ന വിഷയമല്ല ഇത്. ഈ ഭിന്നതയും സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്ത അനുഭവമൊക്കെ വരുമ്പോൾ മനസ്സിലാക്കിക്കണം, അവര് ദൈവ സ്നേഹം അനുഭവിക്കുന്നില്ല യഥാർത്ഥത്തില്. ഹല്ലേലൂയ. പല കാര്യങ്ങളാണ്. ചിലർ പറയുന്നത് ഞാൻ സംഘടന കൊണ്ട് വേറെയാ, ചിലർ പറയും ഞാൻ ടാലന്റ് കൊണ്ട് വേറെയാണ്, ചിലർ പറയും ചിലർക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. ഇതിൻ്റെ അകത്ത് എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഞാനൊരിക്കൽ ഇങ്ങനെ ഒരു പാസ്റ്ററോട് സംസാരിച്ച് ഇങ്ങനെ വന്ന കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് അവസാനം വന്നപ്പോൾ ഈ വ്യക്തി പച്ചയ്ക്ക് രാഷ്ട്രീയം പറയുക. രാഷ്ട്രീയം പറയുമ്പോൾ ചില പ്രത്യേക പാർട്ടികൾ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇന്ന് സുവിശേഷ വിരോധികളൊന്നും കയറി അറ്റാക്ക് ചെയ്യാതിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇനിയാണെങ്കിൽ അവർ തന്നെ ഭരണത്തിൽ വരാനൊക്കെ നമ്മളൊക്കെ നോക്കണം. ഇയാൾ സുവിശേഷകനാണോ രാഷ്ട്രീയ പ്രവർത്തകനാണോ? അപ്പം മനസ്സിലാക്കണം ഈ അകത്തിരിക്കുന്നത് എന്തൊക്കെയാണ്, എന്താണ് ഹൃദയത്തിലുള്ളത്. ഹൃദയത്തിൽ രാഷ്ട്രീയം കയറിയാൽ ഇരിക്കുന്നതെങ്കിൽ നീ ദൈവത്തിന്റെ ദാസനല്ല. ഹൃദയത്തിൽ രാഷ്ട്രീയമോ മറ്റ് ജാതീയ വ്യവസ്ഥയോ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ ദൈവ സ്നേഹത്തിൽ ഇരിക്കുന്ന വ്യക്തിയല്ല. എത്രയോ പേര് ക്രിസ്തുവിനെ നിർമ്മലമായി സേവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ രക്ഷിക്കപ്പെട്ട മനുഷ്യരും. അവരാ ദൗത്യം പൂർത്തീകരിക്കണം. അവിടെ വായിക്കുന്നത് ശ്രദ്ധിച്ചേ, കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല അവനെ കൊല്ലുവാൻ സംഗതി എന്തുകൊണ്ടാണ് യോഹന്നാൻ ഇത് പറയുന്നത്? സഭയ്ക്കകത്ത് കയീന്റെ കാര്യം പറയുന്നത്. സഭയ്ക്കകത്ത് ദൈവസഭയ്ക്കകത്ത് കയീനിന്റെ ഹിസ്റ്ററി പറയുന്നതിന്റെ കാരണം എന്താണ്? ആ ഇൻസിഡന്റും സഭയ്ക്കകത്ത് നടക്കുന്ന സംഭവങ്ങൾക്കും നല്ല ബന്ധമുണ്ടെന്ന് 1-ാം നൂറ്റാണ്ട് മുതൽ യോഹന്നാൻ കാണുക. ചെറിയ കാര്യമല്ല ഇത്. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല. അടുത്ത വാക്യം, അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? അവിടെ ശ്രദ്ധിക്കണേ, അവനെ കൊന്ന വിഷയമാണ് ഇന്ന് സഭയ്ക്കകത്തെ വിഷയം. ഇത് കൊല മകൾ നടന്നുകൊണ്ടിരിക്കുക അല്ലേ? ആളറിയ അനേകരും നാവ് കൊണ്ട് കൊന്നുകൊണ്ടിരിക്കുക. അനേകരും നാവ് കൊണ്ട് കൊന്നുകൊണ്ടിരിക്കുക സഹോദരന്മാരെ. അനേകരും സ്തോത്രം പരദൂഷണം പറഞ്ഞും, സ്തോത്രം മറ്റുള്ളവരെ കുറിച്ച് ദോഷം പറഞ്ഞും, സ്തോത്രം വ്യാജം പറഞ്ഞും, തിന്മ പറഞ്ഞും വ്യക്തികളെയും കുടുംബങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുക. ഒരു മാറ്റമില്ല. വിശ്വാസികളും ഉണ്ട്, അതിനകത്ത് പാസ്റ്റർമാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഇതിനകത്ത് മിക്കവരും പെടുന്നുണ്ട്. നമ്മൾ ഈ ചില മരിച്ചടക്കിനൊക്കെ ചെല്ലുമ്പോഴേ നമ്മൾ കാണുന്ന ഒരു വിശേഷ കാര്യം എന്നറിയാം. ഒരാൾ മരിച്ചു പോയി അല്ലേ, ആത്മാവ് മുകളിൽ പോയി ഡെഡ് ബോഡി അവിടെ കൊണ്ട് ആളല്ലേ അവിടെ കുഴിക്കത്ത് വെച്ചാൽ മതി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഓരോ നിൽക്കുന്ന പാസ്റ്റർമാരോടൊക്കെ ആയാലും നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ ഓരോ ചോദിക്കുമ്പോൾ നിങ്ങൾ എവിടെ എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കുകയാണ് ഇന്നടത്താന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആ നോട്ടത്തിന്റെ രീതി അങ്ങ് മാറുക. ആ നോട്ടത്തിന്റെ രീതി മാറി, സംസാരത്തിന്റെ രീതി മാറി, അടിമുടി നോക്കുക. ഇവർക്ക് ഈ വചനം അറിയാവോ? എന്തുകൊണ്ടാ പാസ്റ്ററെ കയീൻ ഹാബേലിനെ കൊന്ന? അവനെ കൊല്ലാനുള്ള കാരണം എന്നാന്നുള്ള മറുപടി പറ. അല്ലെങ്കിൽ ഈ ശുശ്രൂഷിക്കുന്നവനും ചത്തവനും എല്ലാം ഒരുപോലെ ആത്മീകമായിട്ട്. ഒരു വ്യക്തി ജഡപ്രകാരം ഭൂമിയിൽ നിന്ന് പോയി, മറ്റേ വ്യക്തി ആത്മപ്രകാരം ചത്തു നിൽക്കുക. എന്ത് അവസ്ഥയാ ഇത്? ശ്രദ്ധിക്കണം. ഇന്ന് ആത്മീയ ഗോളം സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. പല കാരണങ്ങൾ കൊണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ആർക്കും ഒരുവരും മറ്റൊരുവനെ ഒരു വിധത്തിലും കാണാൻ കഴിയാത്ത അവസ്ഥ. ഹല്ലേലൂയ. ഞാൻ മനസ്സിലാക്കുന്നത് ചിലരോടൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ ലിറ്ററൽ ലൂസിഫറാ കയറിയിരിക്കുന്നത് ചിലതിന്റെ ശരിക്കും ലൂസിഫറാ ചിലതിന്റെ അകത്ത് കയറിയിരിക്കുന്ന.
അത് കയറിയിരുന്ന് പ്രവർത്തിക്കുന്നത് കണ്ടാൽ അറിയാം. ഞങ്ങൾ വീണുപോയ ഞങ്ങളൊരു ബാൻഡ്, ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്, സ്വർഗത്തിൽ നിന്ന് വീണുപോയതാണ്. ഞങ്ങൾ വേറെ ആരും ഇതിനകത്ത് അടുപ്പിക്കാറില്ല. അങ്ങനെ പോകുന്ന കുറേ എണ്ണമുണ്ട്. ഇങ്ങനെ ലൂസിഫേറിയൻസുകൾ ഒത്തിരി എണ്ണം കിടപ്പുണ്ട്. എൻ്റെ ഒരു ആശയത്തിലാണ് ഞാനത് പറയുന്നത്. ഇങ്ങനെയുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്? അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതിയുള്ളതാകൊണ്ട് അത്ര. എന്ന് പറഞ്ഞാൽ എന്താ? കയീനിന്റെ സ്തോത്രം ഓഫറിങ് ദൈവം നിരസിച്ചു, അല്ലേ? അതിൽ പ്രസാദിച്ചില്ല. അത് പ്രസാദിച്ചില്ലെന്ന് മാത്രമല്ല, അത് പ്രസാദിക്കാതെ ഇരുന്ന് ഹാബേലിന്റെ യാഗവും പ്രസാദിക്കാതിരുന്നാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവിടെ പ്രശ്നം കയീനിന്റെ യാഗം പ്രസാദിച്ചില്ല, മാത്രമല്ല ഹാബേലിന്റെ യാഗം പ്രസാദിച്ചു. അതാണ് പ്രശ്നം. രണ്ടുപേരും ഒരു വിഷയത്തിന് പ്രാർത്ഥിച്ചു. ഒരുവന് വഴി തുറന്നില്ല, മറ്റൊരു വഴി തുറന്നു. അങ്ങനെയാണ് വഴി തുറന്നവൻ അവൻ അനുഭവിക്കേണ്ട, അവൻ തീരണം. ഞാൻ ഇന്നലെ ഇങ്ങനെ പല കാര്യം ചിന്തിച്ചപ്പോൾ ഞാൻ ഈ ബൈബിളിലെ ഓരോ കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ കൂടെ പോയത് ഞാൻ ചിന്തിച്ച ഒരു കാര്യം, ഈ ബൈബിളിലെ ഒരുവൻ ശത്രുവായിട്ട് തീർന്ന അവൻ അടുത്തത് കൊടുക്കുന്നത് മരണശിക്ഷയാണ്. ശ്രദ്ധിക്കണം. ഒരുവൻ ശത്രുവായി തീർന്ന അടുത്തത് അവനെ കൊല്ലുവാനാണ് നോക്കുന്നത്. പലയിടത്തും രക്ഷിക്കാൻ നോക്കുന്നില്ല. നമ്മൾ പലയിടത്തും നോക്കിക്കേ, പല ചരിത്രങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവിടെയെല്ലാം അടുത്തത് അവനെ കൊല്ലുവാനായിട്ടാണ് നോക്കുന്നത്. എന്തുകൊണ്ടാ? ആ ഒരു കൊലപാതക പ്രവണതയെക്കുറിച്ച് തന്നെ യോഹന്നാൻ എടുത്താണെന്ന് ഓർക്കണം ഈ സഭയ്ക്കകത്ത് ലേഖനം എഴുതുമ്പോൾ ഉദ്ധരിച്ചിരിക്കുന്നത്. സഹോദരന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, അവന്റെ നീതിയുള്ളതായിരുന്നു. അത് ശരിയാ. ഹാബേലിനെ പഠിക്കുമ്പോൾ ഹാബേൽ അപ്പോഴും കയീനെ സ്നേഹിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ. പലതും വരുമ്പോൾ സ്നേഹം നഷ്ടമാകരുത്. പലർക്കും ഇന്ന് സ്നേഹം നഷ്ടമാകുക, പലർക്കും പലതും ലഭിച്ചു കഴിയുമ്പോൾ സ്നേഹം നഷ്ടമാകുന്ന അനുഭവത്തിൽ പോകരുത്. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ വലതുകരം ചേർത്ത് വെച്ച് നമ്മൾ പറയണം, കർത്താവേ, പലതും കാണുകയും കേൾക്കുകയും ചെയ്താലും ദൈവസ്നേഹത്തിന് ഒരു നാളും കുറവ് വരരുതെന്ന് വളരെയേറെ പ്രാർത്ഥിച്ചോണം. എൻ്റെ സഹോദരനോട് കയ്പായിട്ടിരിക്കരുത്. ഹല്ലേലൂയ. കയ്പായിട്ട് ഇരിക്കരുത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കയ്പായിട്ടിരിക്കരുത്. ഇന്ന് കയ്പ് വർദ്ധിക്കുന്നത് കൊണ്ട് സംഘടനകളുടെ അകത്ത് നടക്കുന്ന വഴക്കുകൾ, ചേരിതിരിഞ്ഞുള്ള വഴക്കുകളും ബഹളങ്ങളും എത്ര മോശമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ ഒരു വീഡിയോ കണ്ടതല്ലേ? ഇപ്പൊ എല്ലാ മനുഷ്യരും കണ്ടിട്ടുണ്ട്. എനിക്കൊന്നും വിശ്വാസികളായിട്ടുള്ള സകലരും കണ്ടിട്ടുണ്ട്. എന്താ കണ്ടത്? ഒരു വ്യക്തിക്ക് അങ്ങോട്ട് പാടാൻ കൊടുക്കാത്തതുകൊണ്ടും കണ്ടാണെന്ന് അവിടുന്ന് ഇറങ്ങി വന്ന് ബഹളം ഉണ്ടാക്കി അവരെ പുറകെ വന്ന് ഒരു ഗ്രൂപ്പുകൾ അവിടെ പിടുത്തം, പിന്നെ തിരിഞ്ഞു വന്ന് അവരെ പിടിച്ചോണ്ട് വേറൊരു ഗ്രൂപ്പ് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. അപ്പൊ നോക്കിയപ്പം ഇവിടെ അടിയും ബഹളവും നടക്കുമ്പോൾ മറുവശത്ത് എവിടെ ആരാധന നടക്കുക. ഞാൻ നോക്കിയപ്പോഴേ പുതിയൊരു ടീമിനെ കണ്ട് അവിടെ നിർത്തി അവരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുക എന്നൊക്കെയാണ് ചിലർ എന്നെ കുറിച്ച് കമന്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ കണ്ട കാര്യം അങ്ങനെയാ. ഇവിടെ ഈ കലഹവും വഴക്കും ഉന്തും തള്ളും നടക്കുമ്പോൾ അപ്പുറത്ത് കയ്യടിയും പാട്ടും. അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യമേ, ഇവിടെ ഈ കലഹം നിൽക്കുമ്പോൾ അവിടെ കയ്യടിയും പാട്ടും ഉണർത്തുന്ന ചില അവസ്ഥയുണ്ട്. അതായത് ഇവിടെ ഈ കലഹത്തിന് പരിഹാരം ഉണ്ടാകാതെ നിൽക്കുമ്പോഴാന്ന് ഓർക്കണം ഈ പാട്ടും കാര്യങ്ങളും അവിടെ ഉയർന്നു വരുന്നത്. ആ പാട്ടും ആരാധനയിൽ ശരിക്കും അന്തരീക്ഷത്തെ മലിനമാക്കിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ നടത്തുന്ന പാസ്റ്ററും അതിന് സപ്പോർട്ടിങ്ങാ. അവിടെ ഇരുന്ന് നോക്കുമ്പോ അമ്മച്ചിമാര് കൈയടിക്കുന്നു, ആരാധിക്കുക ചെയ്തോണ്ടിരിക്കുന്നത്. എന്റെ ചോദ്യം, ഇവർക്കൊന്നും വചനം അറിയത്തില്ലേ? കൃത്യമായിട്ട് സ്വർണ്ണം ഊരിക്കളഞ്ഞല്ലോ, കൃത്യമായിട്ട് കളർഫുൾ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നില്ലല്ലോ, കൃത്യമായിട്ട് സമയം നോക്കി സഭാരാധന വരുന്നുണ്ടല്ലോ. അവിടെ അതാണ് പ്രശ്നമേ. ഇതൊക്കെ പ്രശ്നം എന്നാണെന്നറിയാവോ? ഇതെല്ലാം നോക്കും, ദൈവസ്നേഹം മാത്രം എടുത്ത് കളയും. ഇതൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗം വായിച്ചേ. ഇന്ന് ഇത് ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് സഭകളുടെ അകത്ത് നടക്കുന്നൊരു വലിയ വിഷയം, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, നമ്മൾ മുമ്പോട്ട് പോകുക. ആമേൻ. അവസാനം നമ്മളെല്ലാം കൂടെ അങ്ങ് ഗന്ധം കത്ത് തീപ്പൊയിലേക്ക് ചാടുകയും ചെയ്യും. അങ്ങനെ പോകാനാണോ വചനം പറഞ്ഞേക്കുന്നത്? എവിടെയെങ്കിലും അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക,
നിങ്ങളുടെ രക്ഷ നോക്കുക. നിങ്ങളുടെ വ്യക്തിപരമായിട്ടൊരു രക്ഷ ഉറപ്പാക്കി. രക്ഷ വ്യക്തിപരമായിട്ട് ഉറപ്പിക്കണം, ശരി തന്നെ. പക്ഷേ വ്യക്തിപരമായി സഭയ്ക്കകത്തോ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിലോ വരുമ്പോൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നാണോ പറഞ്ഞേക്കുന്നേ? ആണോ? അല്ല. പക്ഷേ അവിടെ നടക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാതെ പോകുന്നത് ദൈവസന്നിധിയിൽ വലിയ കുറ്റമാണ്, അല്ലേ? നമുക്ക് നോക്കാം. അവിടെ വായിക്കുന്ന എന്താണ്? അവനെ കൊല്ലുവാൻ സംഗതി എന്ന് തന്റെ പ്രവൃത്തി ദോഷവും നീതിയുമുള്ളത് ആകൊണ്ടത്രേ. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ ആശ്ചര്യപ്പെടരുത്. ഇവിടെ ശ്രദ്ധിക്കണം, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ ആശ്ചര്യപ്പെടരുത്. അടുത്ത നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു. കണ്ടോ, ലോകം നമ്മളെ പകയ്ക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, ലോകം നമ്മെ പകയ്ക്കുന്നുവെങ്കിൽ, രക്ഷിക്കപ്പെടാത്തവൻ നമ്മെ ഈ സത്യം നിമിത്തം നമ്മളെ പകയ്ക്കുന്നുവെങ്കിൽ, അയ്യോ നമ്മൾ കൈപിടിച്ച് പ്രാർത്ഥിക്കണം, നമ്മൾ ദേശത്തെ നേടണമെന്ന് പറയും. ശരിയാ, കൈപിടിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങണം. പക്ഷേ വചനം വായിച്ച് കണ്ടോ, എന്താണ്? ലോകം നമ്മെ പകയ്ക്കും. കർത്താവിനെ പകച്ചതുപോലെ നമ്മയും പകയ്ക്കും. കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോ കണ്ടതാണ്. ഒരു സ്ത്രീ ഇരുന്നുകൊണ്ട്, അല്ലെ, വിശ്വാസികളെ അടക്കം തെറിയ, അല്ലേ? കണ്ടിട്ട് അങ്ങനെയാ ഇങ്ങനെയാ, എന്നെ വസ്ത്രം എന്താ പറയുന്നത്, എന്നെ ആഭരണം ധരിക്കാറില്ല, എന്നാ കോലവാ. ഈ പറയുന്ന ആളുടെ കോലം കണ്ടാൽ വളരെ രസമാ, ജഡപ്രകാരം നോക്കിയാ. പക്ഷെ നമ്മൾ പറയാൻ കൊള്ളത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞ അവരൊക്കെ ഈ പുച്ഛിക്കുകയാണ്. അതിലൊന്നും നമ്മൾ തിരിച്ച് പ്രതികരിക്കാൻ പോകരുത്. ആ ലോകര് നമ്മളെ ഈ വിഷയത്തിൽ ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന കണ്ട നമ്മൾ അതിനോട് പ്രതികരിക്കാൻ പോകരുത്. അവരത് ചെയ്യും. പക്ഷേ സഹോദരന്മാരുടെ വിഷയത്തിന്റെ നടുവിൽ പരിഹാരം ഉണ്ടാക്കിയേ മതിയാകത്തുള്ളൂ. വായിച്ചാട്ടെ അടുത്ത്. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു. സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. കണ്ടോ, സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ. അപ്പൊ എന്താണ് സഹോദരന്മാർ? ഈ സഹോദരന്മാരെല്ലാരും തമ്മിൽ പറയേണ്ടത്, ദേ നമ്മൾ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷ പ്രാപിച്ചതാകട്ടോ എന്നാണ്. ആ ഐക്യതയായിരിക്കണം സഭയ്ക്കകത്ത് നിൽക്കേണ്ടത്. അല്ലാതെ ഞങ്ങൾ ഇന്ന അവിടെ നിന്ന് എന്താ പള്ളിയിൽ നിന്ന് ഇറങ്ങിയവരാ, അതുകൊണ്ട് ഇന്ന ഡയോസിസിന്റെ കീഴിലായിരുന്നു, ഞങ്ങൾ ഇന്ന ആളുകളാകട്ടോ, അവിടെ 2-3 വീട്ടുകാർ നമ്മുടെ കൂടെ ഇറങ്ങിയവരുണ്ട്. നമുക്ക് അവരെ കാണുമ്പോൾ മാത്രമേ സ്നേഹമുള്ളൂ. അത് ദൈവാത്മാവിന്റെ സ്നേഹമാണോ? ആത്മാവിന്റെ ഐക്യതയാണോ അത്? ഹല്ലേലൂയ. ഇന്ന് ആർക്കും ഒരു സന്തോഷവും ഇല്ലല്ലോ. വിചാരിച്ച പോലെ നമ്മളെന്നും ത്രില്ലടിക്കാനല്ല. ശുദ്ധീകരണത്തിന്റെ കാര്യം പറയുമ്പോൾ ത്രില്ല് കാണില്ല, ക്രമീകരണത്തിന്റെ കാര്യം പറയുമ്പോൾ ത്രില്ല് കാണില്ല, ത്രില്ല് ഇച്ചിരി കുറയും. നല്ലതാണത്. എന്താണ് ആ ഭാഗം ഒന്നുകൂടെ വായിച്ചേ? സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. കണ്ടോ, നമ്മുടെ പൊസിഷൻ ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്നത് നമ്മൾ മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു. അത് ഉറപ്പിക്കേണ്ടത് ആരാ? നമ്മൾ രക്ഷിക്കപ്പെട്ടവരോട് തമ്മിൽ നമുക്ക് സ്നേഹം ഉണ്ടാകണം. ഹല്ലേലൂയ. നമ്മൾ വഴിയിലൊക്കെ വെച്ച് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ കണ്ടു കഴിയുമ്പോൾ അങ്ങോട്ട് നോക്കണ്ട, നമ്മൾ അവരുടെ കൂടെ ഒന്നും കൂടണം, നമ്മൾ വേറെ സംഘടനയാണ്. അതൊന്നും പാടില്ലെന്നേ. ഈ സംഘടനയുടെ ആത്മാവ് ഒത്തിരി പേരെ തകർത്ത് കളഞ്ഞേക്കും. ഇപ്പം അവർക്കത് വിട്ട് വേറൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. പണ്ട് കേട്ടൊരു കാര്യം, നമ്മുടെ ഇങ്ങനെ ഒരു ഇങ്ങനെ കയ്യിലൊരു മുറിവ് കൊടുത്തിട്ട് അതിൻ്റെ അകത്തിന്റെ രക്തം ഇങ്ങനെ ഓരോ തുള്ളി വീണാൽ ആ ഓരോ രക്തത്തിലും ആ സംഘടനയുടെ പേരുണ്ടെന്ന് പറഞ്ഞ്. ആ സംഘടന ഏതാന്ന് മാത്രം ഞാനിപ്പോ പറയുന്നില്ല, അല്ലേ? ആ ഓരോ തുള്ളിയിലും ആ സംഘടനയുടെ പേരുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, സംഘടനാ സ്പിരിറ്റ് കേറ്റരുത്. അനേകരിന്ന് ഉപയോഗശൂന്യമാകുന്ന ആ ഒരു കാര്യത്തിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പല നേതാക്കന്മാർ ചെയ്യുന്നത് എന്താണെന്നറിയാം? അവരുടെ അണികളെ പിടിച്ചു നിർത്താൻ പലതും പറഞ്ഞ് ഭിന്നത പറഞ്ഞ് മറ്റൊരുത്തന്റെ കുറ്റം പറഞ്ഞ് ഇവിടെ പിടിച്ചു നിർത്തുക. ഞാൻ പറയട്ടെ, നമ്മളോട് അതാണോ കർത്താവ് പറഞ്ഞേക്കുന്നത്? നാം മരണം വിട്ട് ജീവനിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഐഡന്റിറ്റി. നമ്മൾ ലോകരോട് കൂടെ ഇടപെടുന്നില്ല. കാരണം അവരിന്ന് മരണത്തിലാണ്. വലിയ വീടുണ്ടാകാം, വലിയ വണ്ടി ഉണ്ടാകാം, കോടികൾ ബാങ്ക് ബാലൻസ് കാണാം, പക്ഷെ അവൻ മരണത്തിലാണ്. നമുക്കൊന്നുമില്ല, വേണ്ട, നമ്മൾ തിരിച്ചു പറയാം, നമുക്ക് എത്ര കോടികൾ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിലും നാം മരണം വിട്ട് ജീവനിൽ പ്രവേശിച്ചിരിക്കുന്നവരാണ്. ആ ഒന്നുമല്ല നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. അതിന്റെ കാരണം നാം മരണം വിട്ട് ജീവനിൽ പ്രവേശിച്ചിരിക്കുന്നവരാണ്. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. അപ്പോൾ ആ തിരിച്ചറിവ് വേണം നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മൾ സംസാരിക്കുവാൻ.
നാം മരണം വിട്ട് ജീവനിൽ പ്രവേശിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ടവരോടെല്ലാം പറയുന്ന അവരെ ഞാൻ ഇനി കാണേണ്ടതാണ്. അത് അവരെ കാണുമ്പോൾ ഇങ്ങനെ മുഖം വെട്ടിച്ച് മാറ്റിയിട്ട് പോവുകയല്ല വേണ്ടത്. ഒന്ന് കൈയൊക്കെ പൊക്കി സ്തോത്രമൊക്കെ പറഞ്ഞിട്ട് പോകണം. മനസ്സിലാവുന്നു? നീ സ്തോത്രം പറഞ്ഞാൽ അവർ തിരിച്ച് സ്തോത്രം പറയുന്ന കാര്യം അവരുടെ ഉള്ളിൽ ആ പഴയ സാധനം ഇരിപ്പുണ്ടെങ്കിൽ നിനക്ക് വിഷയം, നിന്റെ തലയിൽ നിന്ന് ന്യായവിധി ഒഴിഞ്ഞു പോയി. ഹല്ലേലൂയ. നീ ചെയ്യാനുള്ള കാര്യം നീ ചെയ്തോളുക. മനസ്സിലാകുന്നുണ്ടോ? തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ കുഴപ്പമില്ല. കർത്താവിന്റെ വരവ് എപ്പോഴാണെന്ന് നമുക്ക് അറിയത്തില്ല. വല്ല വിധേനയും പോകണ്ടേ? ആണല്ലേ? ചിലർ ചിന്തിക്കുന്നതിനാന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടേക്ക് ഇരുന്ന് അവസാനം എന്നെ ആരെങ്കിലും വലിച്ചിറക്കിക്കൊണ്ട് പോകുമെന്ന് വിചാരിച്ചായിരിക്കുന്നു. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരും ഉണ്ട്. അഭിഷേകം ഇല്ലാതെ ഇരിക്കുന്നവർക്ക് ആ ചിന്തയൊക്കെ അനേകരുടെ ഉള്ളിൽ കയറി. നിന്റെ അഭിഷേകം ഉണ്ടെങ്കിൽ നിന്റെ കുറവ് നിനക്ക് ബോധ്യപ്പെടുത്തും പരിശുദ്ധാത്മാവ്. നിനക്ക് ഇന്ന് ഒന്നിനെ കുറിച്ചും ബോധമില്ല, നിന്നിൽ ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ടില്ല, മനസ്സിലാക്കണം. അല്ലെ പരിശുദ്ധാത്മാവിനോട് നീ ഇടപെട്ടിട്ടില്ല. ഹല്ലേലൂയ. അടുത്ത വായിച്ചേ. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ പറിക്കുന്നവനെല്ലാം കൊലപാതകനാവുന്നു. കണ്ടോ? അപ്പോ കയ്യിന് എവിടെ കിടക്കുന്നു? സഭയ്ക്കകത്ത് കിടക്കുകയാണ് കയ്യിൽ. അവൻ പുറത്തുകൂടെയല്ല, സഭയ്ക്കകത്തെ കയ്യിൽ അവൻ സഹോദരനെ കൊല്ലുകയാണ്. എങ്ങനെയാണ്? സ്നേഹിക്കാതിരുന്നാ മതി. നമ്മൾ കൈ കൊണ്ട് ചെല്ലുമ്പോ സ്തോത്രം ഭാഷ എന്ന് പറയുമ്പോ കൈ തരാട്ട് ഇങ്ങനെ നോക്കുന്ന ഓട്ടോ കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചോളം. അപ്പോഴല്ലേ ഈ വാക്യം അവനെതിരാ. ഒരു സ്തോത്രം പറയാൻ കഴിയാത്തവരുണ്ട്, ഒരു തുറന്ന് വർത്താനം പറയാൻ കഴിയാത്തവരുണ്ട്, ഒത്തിരി വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം കാണുന്ന ഒരു സ്വർഗമുണ്ടെന്ന് മനസ്സിലാക്കിക്കോ. അടുത്ത വായിച്ചേ. അപ്പോ സംഘടനയല്ല വിഷയം. സംഘടന ഏത് ഊളംപാറ മിനിസ്ട്രീസ് എന്നും പറഞ്ഞു കൊടുത്താലും ശരി, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. പിന്നെ എന്താ വേണ്ടേ? നീ രക്ഷിക്കപ്പെട്ടതാണോ? എന്റെ സഹോദരൻ കൃപയിലേക്ക് വന്നു. എന്നെ സ്വർഗത്തിലെ ദൈവം തെരഞ്ഞെടുത്ത് എന്റെ പാപത്തെയും ശാപത്തെയും നിന്ന് നീക്കി വിടുവിച്ചതുപോലെ എന്റെ സഹോദരനും അതേ കൃപ ലഭിച്ച് അവനും വിടുവിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രമാണമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരേ പ്രോസസ്സിലാണ് ഞങ്ങളെ കർത്താവ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കും എന്റെ സഹോദരനും തമ്മിൽ ഒരു വ്യത്യാസമോ ഒരു ഭിന്നതയോ ഇല്ല. ഈ തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. അത് പറയുമ്പോൾ നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിൽ കളിക്കുന്ന ഒരു വലിയ സാധനമുണ്ട്. എന്നാന്നറിയോ? ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാലല്ലോ പറഞ്ഞു ബ്രദറെ അല്ലെങ്കിൽ പാസ്റ്റർ, നമ്മൾ അങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളെ തീരെ മണ്ടന്മാരായിട്ട് എണ്ണുള്ളൂ. അതെ, അത് ഈ സത്യവചനം യഥാർത്ഥമായി അറിയുകയും അങ്ങനെ സഹോദരന്മാരെ സ്നേഹിക്കുകയും ചെയ്യുന്നവരെ ഒരു മണ്ടന്മാരുടെ ലിസ്റ്റിൽ ആക്കുന്ന ഒരു സ്വഭാവ വിശേഷണം സഭകളുടെ അകത്ത് ഒത്തിരി പേരുടെ ഉള്ളത്തിലുണ്ട്. കാരണം അകത്ത് വിശുദ്ധിയില്ല. മനസ്സിലാക്കണം. അകത്ത് ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പലർക്കും പറ്റുന്നില്ല. നിഷ്കളങ്കതയോടെ ജീവിക്കുന്നവരെ മണ്ടന്മാരാക്കി കാണുന്നവരുണ്ട്. സത്യവചനം യഥാർത്ഥമായി അനുഷ്ഠിക്കുന്നവരെ മണ്ടന്മാരാക്കി കാണുന്നവരുണ്ട്. ഭക്തിയോടെ വില കൊടുത്ത് ജീവിക്കുന്നവരെ മണ്ടന്മാരുടെ ലിസ്റ്റിൽ ഇടുന്നവർ ഒത്തിരി പേരുണ്ട്. തെറ്റിപ്പോ ഈ വചനം അവർക്കെതിരാണ്. ഹല്ലേലൂയ. ഈ വചനം അവർക്കെതിരാണ് യഥാർത്ഥത്തില്. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണേ, നമ്മൾ സഹോദര വർഗങ്ങൾ ഏത് സംഘടനയാകട്ടെ, ഏത് പശ്ചാത്തലമായിട്ട് അവർ കുഞ്ഞാന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണ്. ആ മാന്യതയിലും സ്നേഹത്തിലും ഇടപെടാൻ നോക്കിക്കോണം. മനസ്സിലാകുന്നുണ്ടോ? നിന്നോട് ഇടപെടുന്നവന് വഷളത്തരമോ അന്യായമോ നിന്നോട് ചെയ്താൽ നീ ഭാരപ്പെടണ്ട കേട്ടോ. കാര്യം സ്വർഗം ഇത് കാണുന്നുണ്ട്. നിന്റെ കൈ വിശുദ്ധമായിരിക്കണം. നമ്മുടെ കൈ നിർമ്മലമായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം, ഞാൻ പല കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും പോകുമ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവം, ഈ പലരും നമ്മളോട് ഇടപെടുമ്പോൾ അവന്റെ അകത്തെ ക്രൂക്കഡ്നെസ് ആണ് സംസാരിക്കുന്നത്. പലപ്പോഴും വഞ്ചന. നമ്മളവരെ വിവേചിക്കുമ്പോൾ പിന്നെ നമ്മളത് അനുവദിച്ചു കൊടുക്കും. എന്നാണെന്നറിയാവോ? അവനൊരു വേദനയാകണ്ട, അവൻ ചെയ്യട്ടെ. അവൻ അറിയത്തില്ല നമ്മൾ ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇതിന്റെ മുമ്പിൽ നടക്കുന്നതെന്ന് മനസ്സിലാകുമ്പോൾ അവൻ ന്യായവിധിയിലേക്ക് നടക്കുക ചെയ്യുന്നത്. ഹല്ലേലൂയ. ഒത്തിരി പേർക്ക് ഹൃദയംഗമായിട്ട് മറ്റൊരുവനോട് സംസാരിക്കാൻ കഴിയാത്ത ഒത്തിരി പേരുണ്ട്. ഞാൻ ഒരിക്കലും ഒരു പാസ്റ്ററിനോട് ഒരു മീറ്റിങ്ങിൻ്റെ അകത്ത് പോയിരുന്നപ്പം ഞാൻ സംസാരിച്ച വേറൊരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കാനിടയായി തീർന്നപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ആ പാസ്റ്ററിനെ അറിയുമോ? അറിയും. അപ്പം ഞാൻ ആരെക്കുറിച്ചാണോ ചോദിച്ച ആ വ്യക്തി ഇച്ചിരി സാമ്പത്തികമായി നിൽക്കുന്ന നല്ല സമ്പത്തുള്ളൊരു വ്യക്തിയാണ്, ദൈവവേലയിൽ നിൽക്കുന്നതാണ്. ഈ വ്യക്തിയോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ എന്നോട് പറയും, എനിക്ക് ആ വ്യക്തിയെ കാണണ്ട,
എനിക്ക് ആ വ്യക്തിയെ അറിയണ്ട. അപ്പം ഞാൻ ചോദിച്ചു എന്നാ പാസ്റ്ററെ കാര്യം? അവൻ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ 100 കാര്യങ്ങൾ പറഞ്ഞിട്ട് അടുത്ത് പറഞ്ഞു അവൻ അങ്ങനെ വണ്ടിയും സ്വന്തമായിട്ട് പരിപാടിയും ഉള്ള കെട്ടിടങ്ങളൊക്കെ എല്ലാം സ്വന്തമായിട്ടുണ്ടല്ലോ. അപ്പം പണം ഉണ്ട് എന്നുള്ള ഒറ്റ കാര്യത്തിൽ ആ വ്യക്തിയോട് അമർഷം വെച്ചു പുലർത്തുക. ആമേൻ. എവിടെയാ ദൈവസ്നേഹം? എവിടെയാ ദൈവസ്നേഹം? മറ്റു ചിലതും കണ്ടിട്ട് ചിലരെ പണം ഇല്ലാത്തതുകൊണ്ട് അവനെ വിളിക്കണ്ട, അവന്റെ കയ്യിൽ ഒന്നുമില്ല, കൊണ്ടുപോയാലും നമുക്ക് തലവേദനയാ, അതുകൊണ്ട് നമ്മൾ ചിലവിന് കൊടുക്കേണ്ടി വരും, അതിന് വേദന വിളിക്കണ്ട. അതും കേട്ടിട്ടുണ്ട്. പണമുണ്ട്, അതിൽ സെറ്റപ്പ് ഉണ്ട്, അവനെ നമ്മൾ വിളിച്ചങ്ങനെ കൊണ്ടുവരേണ്ട കാര്യങ്ങളില്ല, അതും കേട്ടിട്ടുണ്ട്. ഇത് രണ്ടും ഉണ്ട്. എവിടെയാ ദൈവസ്നേഹം? എവിടെയാ ദൈവസ്നേഹം? ഹല്ലേലൂയ. വിശ്വാസത്തിന് ഞാൻ പറയും, ഇന്നലെ ഷാമുൽ എന്ന് പറഞ്ഞ ആ ദൈവദാസന്റെ ആ പ്രസംഗങ്ങൾ ഞാൻ കേട്ടപ്പോൾ എൻ്റെ ഉള്ളത്ത് ഇടപെട്ടത്. ചിലർക്ക് ദൈവ സമ്പത്ത് കൊടുക്കും. കേക്ക്, ചിലർക്ക് ദൈവ സമ്പത്ത് കൊടുക്കും. അത് അവര് ആ സമ്പത്തിന്റെ കസ്റ്റോഡിയൻസ് ആയിട്ട് ദൈവം അവരെ വെച്ചേക്കുക. എന്തിനാന്ന് ചോദിച്ചാൽ കോടികൾ ആസ്തിയുള്ളവരുടെ മുമ്പിൽ ചെന്ന് സുവിശേഷം പറയാൻ ആള് വേണ്ടേ? സമ്പന്നരുടെ അടുത്ത് ചെന്ന് സുവിശേഷം പറയാൻ ആള് വേണ്ടേ? ഒന്നുമില്ലാത്ത ഒരുവൻ അവിടെ ചെന്ന് നിന്ന് ഷാമുൽ ആ പാസ്റ്ററുടെ അതേ പദം ഞാൻ കടമെടുത്ത് പറയുക. അദ്ദേഹം പറഞ്ഞ ഇപ്പൊ അവിടെ ചെന്ന് വളരെ പരുവപ്പെട്ട് ചെന്ന് ഒരു വ്യക്തിയുടെ വലിയ കോടീശ്വരന്റെ വ്യക്തിയുടെ അടുത്ത് ചെന്നിട്ട് കർത്താവായ യേശു ക്രിസ്തു നിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ ഇവിടെ കിടന്ന് പറയണം, നീ വേഗം പൊക്കോ, വേണം ഒരു 100 രൂപ തന്നേക്കാം, വേഗം വിട്ടുപോക്കോളാൻ പറയും. എന്നാൽ അങ്ങനെയുള്ളവരോട് സുവിശേഷം പറയാൻ ഭൂമിയിൽ ആള് വേണ്ടേ? നമ്മൾ മനസ്സിലാക്കണം, ദാരിദ്ര്യമല്ല ആത്മീയത, സമ്പന്നതയുമല്ല ആത്മീയത. ചിലർ വിചാരിക്കുന്നത് സമ്പത്തില്ലാത്ത അവസ്ഥയാണ് ആത്മീയത. അതല്ല ശരി. ദൈവം നിന്നിൽ വസിച്ച് നിന്നെ ഉപയോഗിക്കുന്ന വഴിയിൽ നീ ചലിക്കണം. പലർക്കും അതാണ് അറിഞ്ഞുകൂടാത്തത്. മനസ്സിലാവുന്നുണ്ടോ? വായിച്ചടുത്ത വാക്യം വായിച്ചേ. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്താ എന്ന് അറിഞ്ഞിരിക്കുന്നു. കണ്ടോ അവിടെ സ്തോത്രം, അവന്റെ 15-ാം വാക്യം, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കുലപാതകനാകുന്നു. അപ്പോ കൊലപാതകം എന്ന് പറഞ്ഞാൽ ഒരുവന്റെ ജീവനെ ഹനിക്കണ്ട, പകച്ച അത് കൊലയായിട്ടാണ്, അല്ലെങ്കിൽ അത് ഒരുവനെ കൊല്ലുന്നതിന് തുല്യമായിട്ടാണ് ദൈവസന്നിധി കണ്ടിരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് ആരോടും കയ്പായിട്ടിരിക്കരുത്. ഹല്ലേലൂയ. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കുലപാതകനാകുന്നു. അടുത്തത്, യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ, സഹോദരന്റെ കുറ്റം പറയുന്നവനെ ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. നിനക്കിട്ട് നല്ല പണി തന്നവനായിരിക്കും ആ വ്യക്തി. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ നന്മകളെ ബ്ലോക്ക് ചെയ്ത വ്യക്തിയായിരിക്കും, നിന്റെ അനുഗ്രഹങ്ങളെ ബ്ലോക്ക് ചെയ്ത വ്യക്തിയായിരിക്കും. പക്ഷെ ഇതൊന്നും നീ നോക്കേണ്ട കാര്യമില്ല. ഞാൻ വളരെ ചിന്തിച്ചൊരു കാര്യമാണ്. ഒരിക്കൽ എവിടെ സ്തോത്രം, അവിടെ നമ്മൾ പുല്ലൂർ ചെന്നപ്പം അവിടെ സംസാരിച്ച ആ പാസ്റ്ററോട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേനും വ്യക്തി പതുക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ്, ഞാൻ അമേരിക്കയിൽ പോയപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നോട് എന്നെ കുറിച്ച് ചോദിച്ചു. ഓക്കെ, കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു, ആ വ്യക്തി ചോദിച്ചു, അമേരിക്കയിലുള്ള വ്യക്തി ചോദിച്ചോ വിൻസെന്റ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പം സ്തോത്രം, നിന്ന പാസ്റ്റർ എടുത്ത വായിൽ എന്നാ പറഞ്ഞേ? കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നാ പാസ്റ്റർ പറഞ്ഞേ? അത് പറഞ്ഞില്ല. അപ്പം എന്തോ നല്ല ഭാഷയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണം, നമ്മളോട് പറയുക, വിൻസെന്റെ ഞാൻ തന്നെ സംസാരിച്ച് നിന്റെ വഴി അടച്ചതാന്ന് നേരിട്ട് പറയുകയാണ് ഇത്. ഇതും കേട്ടു നിൽക്കണം. കാരണം എന്നാന്നറിയാവോ? നമുക്കൊരു ന്യായവിധി വെച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം കേട്ടിരുന്നോണം. ഇവിടെ അവസാനിക്കുന്നതല്ല. ഈ പദ്ധതി ഒന്നും ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നതല്ല. ഇതിനൊരു ന്യായവിധി വെച്ചിട്ടുണ്ട്. സഹോദരനെ പകയ്ക്കുവാനും അവന്റെ നന്മയെ അപഹരിക്കുവാനും അവനിൽ ദൈവം പ്രസാദിച്ചപ്പോൾ അവനെ കൊല്ലുവാനും നോക്കുന്ന അനേകരുടെ നടുവിലാണ് ഞാനും നിങ്ങളും ദൈവസ്നേഹത്തിൽ വസിച്ച് സഹോദരനെ സ്നേഹിക്കുവാൻ ദൈവം നമ്മുടെ മേൽ ഹല്ലേലൂയ വചനം നമ്മൾ അയച്ചിരിക്കുന്നത്. നാം കടപ്പെട്ടിരിക്കുന്നു സഹോദരന്മാരെ സ്നേഹിക്കുവാൻ. നിന്നയും അപമാനങ്ങളും പഴികളും ദൂഷികളും അനുഭവിച്ചുകൊണ്ട് തന്നെ സഹോദരന്മാരെ സ്നേഹിക്കണം. ഇതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. റെഡിയാണോ? ഹല്ലേലൂയ. ഒരു കുറ്റം പറയുമ്പോൾ 9 കുറ്റം തിരിച്ചു പറയുന്നു. 1 എതിർക്കുമ്പോൾ 10 എതിർപ്പ്. ഒരു വിഷയം പറഞ്ഞാൽ 100 പാരകൾ വെച്ച് വഴിയടയ്ക്കുന്നവരെല്ലാം ഇതിന്റെ അകത്തുണ്ട്. അവർക്ക് വരുന്നു, അവരുടെ ന്യായവിധി വരുന്നു. നിന്റെ കൈ നിർമ്മലമായിരിക്കണം, നിന്റെ കാല് വെടുപ്പായിരിക്കണം.
ഇതാണ് നീ ചെയ്യേണ്ടത്. നിന്നോട് ചെയ്യുന്നത് സ്വർഗം നോക്കിക്കോളൂ. നീ ക്രമീകരിക്കപ്പെടണം. നീ നേരായിട്ട് ചെയ്യാൻ പാടുള്ളൂ. ആമേൻ. പലതും നീ കേൾക്കേണ്ടി വരുന്നു. പല ദോഷങ്ങളും കേൾക്കേണ്ടി വരും. പല അന്യായങ്ങളും കേൾക്കേണ്ടി വരും. ഇതെല്ലാം കേൾക്കാനും അനുഭവിക്കുവാനുമാണ്, ക്രൂശ് സഹിക്കുവാനുമാണ് കർത്താവിനെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ഇത് സഹിക്കണം. നിന്നെ അനേകർ കളിപ്പിക്കുകയും വഞ്ചിക്കുകയും സ്തോത്രം നാളെ വിടക്കം നെണ്ണുകയും ചെയ്യുന്ന അനുഭവങ്ങളുണ്ട്. മുഖത്ത് നോക്കി, ഞാനിപ്പോ പറഞ്ഞ പോലെ ഫേസ് ടു ഫേസ് നോക്കി, വിൻസെന്റ് ഞാൻ നിന്റെ വഴി അടച്ചതാന്ന് നേരിട്ട് പറയും. ഇതൊക്കെ കേൾക്കണം. ഇതാണ് ക്രിസ്തീയ ജീവിതം. അല്ല കുറെ പാട്ടും പ്രാർത്ഥനയല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇതിന്റെ നടുവിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം യഥാർത്ഥ ലൈഫ് എന്താന്ന്. ആമേൻ. വായിച്ചേ, അടുത്ത് വായിച്ചേ. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. എത്രാം വാക്യം വായിക്കുന്നേ? 15. സഹോദരൻ പകയ്ക്കുന്നവൻ കൊലപാതകനാകുന്നു, യാതൊരു കൊലപാതകനും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ സഹോദരനെ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിക്കുകയോ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവൻ ഒരു വിധത്തിലും അവന്റെ ഹൃദയത്തിൽ എന്തില്ല? നിത്യജീവനില്ല. സംഘടനയെ പേര് കാണും, അവന്റെ ഉള്ളത്തിൽ നിത്യജീവനില്ല. നിത്യജീവനില്ലാതെ എങ്ങനെയാ പ്രത്യാശ ഉണ്ടാകുന്നേ? പറയ. നിത്യജീവൻ ഇല്ലാതെ എങ്ങനെയാ സ്തോത്രം സ്വർഗത്തിലും ദൈവരാജ്യത്തിൽ നമ്മൾ ചെല്ലണം? അവിടെ നിത്യമായൊരു ഭവനമുണ്ട്, നമുക്കൊരു വാസസ്ഥലമുണ്ടെന്നുള്ള തിരിച്ചറിവ് എങ്ങനെ കിട്ടാനാണ്? ഇങ്ങനെ ഒത്തിരി പേരുണ്ട് ഈ നിത്യജീവൻ അകത്തില്ലാതെ ഹൃദയത്തിൽ കയീനിനെ പോലെയുള്ളവർ. അവരെ സഹിക്കണം. ഇതിനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കഷ്ടം സഹിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ളവരുടെ ഉപദ്രവം നമ്മൾ സഹിക്കണം. അവരുടെ ഉപദ്രവങ്ങൾ നമ്മൾ വളരെ ഏൽക്കും. പല മുറിവുകളും നമ്മൾ ഏൽക്കും. അവിടെ വിട്ടിട്ട് പോകുകയല്ല. നമ്മൾ ആ ദൈവസ്നേഹത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. പലരിൽ നിന്ന് ദ്രോഹങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോൾ ഇനി എനിക്ക് സ്നേഹവും വേണ്ട, ആത്മാവിന്റെ ഐക്യതയും വേണ്ട, സഹോദര സ്നേഹവും വേണ്ട, എന്തെങ്കിലും ആട്ടെന്ന് പറഞ്ഞ് പോകുന്നവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നീ പോകരുത്. ഇതിന് സഹോദരൻ ന്യായവിധി മുമ്പിലുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഒരു ന്യായവിധി മുമ്പിലുണ്ട്. നമ്മുടെ കരങ്ങൾ വെടിപ്പായിരിക്കണം. മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചപ്പോ ഉടനെ സംഭവിച്ചത് എന്താണെന്നറിയാവോ? കയീനിന്റെ മുഖം വാടിയ ഉടനെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ മുഖം വാടുന്നത് മനസ്സിലാകുന്നില്ലല്ലോ. നിങ്ങൾ ഒരു തോട്ടത്തിലല്ലേ? നീ ഇന്ന് നിന്റെ യാഗത്തിൽ ഇന്ന് പ്രസാദിച്ചില്ല. ഇന്ന് ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചു, ശരി. പക്ഷേ കയീനെ നിന്റെ യാഗത്തിലും പ്രസാദിക്കുന്ന ഒരു ദിവസമുണ്ട്. നീ എവിടെയാ ക്രമീകരിക്കേണ്ടത്? അന്ന് നീ ചെയ്ത് മടങ്ങി വാ. ആ ഭാഗം ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചോ. ആമേൻ. ഉൽപ്പത്തി പുസ്തകമാണ് അല്ലേ? 34:8 വായിക്കുന്നത്. 44:1 മുതൽ വായിച്ചു. അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വയെ പരിഹരിച്ചു. അവൾ ഗർഭം ധരിച്ചു കയീനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്ക് ഒരു പുരുഷപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കയീൻ കൃഷിക്കാരനുമായി തീർന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീനും ഏറ്റവും കോപമുണ്ടായി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ഇതുപോലൊരു അനുഭവമുണ്ട് അല്ലേ? ചില പ്രത്യേക സാഹചര്യത്തിൽ, ചില കാലഘട്ടത്തിൽ, ചിലരുടെ വിഷയത്തിൽ ദൈവപ്രസാദം വെളിപ്പെടുമ്പോൾ നിന്റെ മുഖം വാടാറുണ്ടോ? ഉണ്ടോ? അവനോട് അസൂയ തോന്നാറുണ്ടോ? അവനെ കൊല്ലണമെന്ന് തോന്നാറുണ്ടോ? അല്ലേ? ഹല്ലേലൂയ. ഒരു സമയത്ത് അങ്ങനെ സംഭവിച്ചു. പക്ഷേ കയ്യിലുള്ള പ്രശ്നം എന്താണെന്നറിയാവോ? അവനിൽ സഹിഷ്ണുതയില്ലായിരുന്നു. അല്പം കണ്ടപ്പോഴേ, അല്പം ഒരു വ്യത്യാസം വന്നപ്പോഴേ അവൻ അവന്റെ അനിയനെ കൊല്ലാൻ മടി കാണിക്കുന്നില്ല. അതായത് അവൻ പ്രതീക്ഷിക്കുന്ന വയല്, ഇനിമേൽ ഹാബേൽ ഇല്ലാത്ത വയൽ അവൻ സ്വപ്നം കണ്ടു.
ഇനിമേൽ ഹാബേൽ ഇല്ലാത്ത ഒരു ശുശ്രൂഷയാണ് കണ്ടത്. ഹാബേൽ ഇല്ലാത്ത സ്റ്റേജുകളാണ് കണ്ടത്. ഹാബേൽ ഇല്ലാത്ത മീറ്റിങ്ങുകളാണ് കണ്ടത്. ആര്? കയീൻ. അല്ലേ? അതൊരു വലിയ വിഷയമാണ്. ഹല്ലേലൂയ. മനസ്സിലാക്കണം കേട്ടോ. നിന്റെ സഹോദരനെ നീ കൊല്ലുമ്പോഴൊക്കെയും നീ ജയിച്ചു എന്ന് വിചാരിക്കുന്നെങ്കിൽ മറന്നു പോകുന്നുണ്ടോ? സ്വന്തം നിന്റെ സഹോദരന് വേണ്ടി ദൈവം വേറെ ഉദാഹരണമുണ്ട്. പക്ഷേ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല. വായിച്ചാട്ടെ. കണ്ടു, ഇതാണ് വിഷയം. ഞാൻ ചോദിക്കട്ടെ, ദൈവം, ഇത് നമ്മുടെ സഭയ്ക്കകത്തും ഉണ്ട് ഒരു കാര്യം ഞാൻ പറയാം. കർത്താവ് എപ്പോഴാണ് ഇടപെടുന്നതെന്നറിയാവോ? അതിൻ്റെ അകത്ത് ദൈവിക വ്യവസ്ഥകൾ വിടുന്നവരോടാണ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത്. നമ്മളിലെ പല പ്രവചനങ്ങളും പ്രവാചകന്മാരും ഇന്ന് ദൈവാത്മാവിലാ പ്രവചിക്കുന്നതെങ്കിൽ സഭയ്ക്കകത്ത് തിന്മ പ്രവർത്തിക്കുന്നവന് നേരെ പ്രവചനങ്ങൾ നിലനിന്നേനെ. ഒരു കാലഘട്ടത്തിൽ സഭയ്ക്കകത്ത് അന്യായം പ്രവർത്തിച്ചിട്ട് വന്നാൽ അവനെ കൃത്യം ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുമായിരുന്നു. അതുകൊണ്ട് ഭയപ്പെടുകയും ദൈവസന്നിധിയിൽ പാപം ഏറ്റുപറയുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്ന് സഭയ്ക്കകത്തെ പ്രവാചകന്മാരെല്ലാം കയീനിന്റെ പ്രോസ്പെരിറ്റിയെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. കയീനിന്റെ ഭാവിയെ കുറിച്ചും അവന് അവിടെ എവിടെ വിദേശത്ത് പോയി സെറ്റിൽ ചെയ്യാൻ അവന്റെ മക്കളുടെ അഭിവൃദ്ധിപ്പെടാനൊക്കെയാണ് ഇന്ന് പ്രവചനങ്ങൾ വരുന്നത്. എങ്ങനെ ഇരിക്കുന്നു എന്ന് ഓർത്തെ. സകല പാപവും എല്ലാ ദുഷ്ടതയും പ്രവർത്തിച്ചിട്ട് അവന്റെ പാപം വെളിപ്പെടുത്തുവാൻ ഇന്ന് പ്രവാചകന്മാരും തയ്യാറല്ല, സഭയും തയ്യാറല്ല. മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആ രോഗം ഇന്ന് പലരെയും ബാധിച്ചു എന്ന് മനസ്സിലാക്കണം. കയീനിന്റെ സ്പിരിറ്റ് അനേകരെ ബാധിച്ചിട്ടുണ്ട്. ഹാബേലിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ കൃപ, ഹാബേലിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ ആലോചന അനുകൂലമായി ഉൾക്കൊള്ളാത്ത വലിയ ഒരു സമൂഹം ഇന്ന് ഇതിന്റെ നടുവിൽ കിടക്കുകയാണ്. മനസ്സിലാക്കണം. സഹോദരനെ സ്നേഹിക്കുന്ന വചനങ്ങളൊന്നുമില്ല. ഈ സഹോദരനെ സ്നേഹിക്കാന്ന് പറഞ്ഞാണല്ലോ, വെറുതെ സ്നേഹിക്കാൻ പറ്റുമോ? എന്ന് പറഞ്ഞേ. സഹോദരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ പറ്റുമോ? പറ്റത്തില്ല. പിന്നെയോ കയീനിന്റെ മുഖം വാടുന്നതിന്റെ കാരണത്തിന് തീരുമാനം വന്നാലേ സഹോദരനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ദൈവാത്മാവ് ഇടപെടുന്നതല്ല. കയീനിന്റെ മുഖം വാടുന്നു, അതിന് പരിഹാരം ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കുഞ്ഞാന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെല്ലാം ദൈവസന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. മറ്റൊന്നും കാരണമല്ല, എല്ലാവരും ശാപത്തിന് കീഴായിരുന്നു. ദൈവത്തിന്റെ മഹാകരുണയാൽ രക്ഷിക്കപ്പെട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ലഭിച്ച ഈ കൃപ പോലെ തന്നെ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും അതേ കൃപയിലേക്ക് ചേർക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ എന്റെ സഹോദരനോട് ഞാൻ എല്ലാത്തിലും വളരെ രമ്യപ്പെടുകയും സ്നേഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യും. ഇതിന്റെ ഇടയിൽ കയീൻ വന്നാൽ, ഇതിന്റെ ഇടയിൽ കയീനിന്റെ ആലോചനയായിട്ട് വന്നാൽ, ഹല്ലേലൂയ, മനസ്സിലാക്കണം, ഈ കയീൻ ഒരിക്കലും ഗതി പിടിക്കുന്നില്ല. അല്ലേ? കയീനാണോ അവൻ പച്ച തൊടത്തില്ല. അങ്ങനെ നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ പച്ച തൊടത്തില്ലെന്നല്ലേ? അങ്ങനെയാണ് അവസ്ഥ. വായിച്ചേ. അപ്പൊ ഒന്നാമത്തെ വിഷയം നീ കോപമാണ് വിഷയം. പലരുടെയും പ്രശ്നം കോപമാണ് വിഷയം. അതുകൊണ്ടാണ് സഹോദരനെ സ്നേഹിക്കാൻ പറ്റാത്ത പ്രധാന വിഷയം കോപം. ചിലരുടെ കോപം ഒരു വലിയ വിഷയം. ചില സഭകളുടെ അകത്ത് ചെല്ലുമ്പോൾ അച്ചായം കോപിച്ചു കഴിഞ്ഞുകൊണ്ടല്ലോ നമ്മൾ പിന്നെ ആരും നിൽക്കത്തില്ല. അപ്പൊ ആ മനുഷ്യൻ അതിന്റെ അകത്ത് കയീനിന്റെ ലെവലിലായി തീർന്നു. ഒരിക്കലും പറയാൻ പറ്റില്ല. ഒന്നേ ആ മനുഷ്യനിൽ എന്തെങ്കിലും പണം കാണും, അല്ലെങ്കിൽ പണ്ട് വലിയൊരു ഗുണ്ടയായിരിക്കും, അല്ല മക്കൾ എവിടെയെങ്കിലും കാണും. ഇതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതോറിറ്റി ഉള്ള മനുഷ്യനായിരിക്കും. ഈ വ്യക്തിയുടെ സ്വാധീനം സഭയ്ക്കകത്ത് വല്ലാതെ പ്രസരിച്ചു കഴിയുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ല. അനേകര് ഭയപ്പെട്ട് നമ്മൾ അവിടെ ശമരിയില് വലിയ മാനസാന്തരം ഉണ്ടപ്പോ മന്ത്രവാദി ഉൾപ്പെടെയുള്ളവരെല്ലാം വന്നപ്പോ ശമരിയ ജാതിയെ മുഴുവനും ഭ്രമിപ്പിച്ചു നിർത്തി എന്നാ പറഞ്ഞു. ഇതുപോലെ സഭകളെല്ലാം ഭ്രമിപ്പിച്ചു നിർത്തുന്നവരുണ്ട്, സഭകളെല്ലാം പേടിപ്പിച്ചു നിർത്തുന്നവരുണ്ട്, ഭീഷണി പറയുന്നവരും വഴക്കുണ്ടാക്കുന്നവരും, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ആളെ സഭയുടെ കഴുക്കോല് വലിച്ചു വരുന്നവന്മാരൊക്കെ ഉണ്ട്. മനസ്സിലാക്കണം. അങ്ങനെയുള്ളതൊക്കെ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആ വചനം എന്താ പറയുന്നത്? നീ കോപിക്കുന്നത്
എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? കണ്ടോ, രണ്ട് വിഷയം. നിന്റെ കോപം, നിന്റെ വാടിയ മുഖം. ഹല്ലേലൂയ. നമ്മളും കൃപ പ്രാപിക്കണം കേട്ടോ, നമ്മളും കൃപ പ്രാപിക്കണം. നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ മുഖം വാടരുത്. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ പരാജയം അല്ലേ. പലതും കണ്ടു കഴിയുമ്പോൾ നമ്മൾ വാടിപ്പോകും, പെട്ടെന്ന് നമ്മൾ കോപിക്കും. നോ, അതിൽ നിന്ന് മടങ്ങി വരവും നമുക്ക് വരണം. ആമേ. നമ്മളിലുണ്ട് ഈ കയ്യിലിന്റെ ഈ സ്വഭാവം, നമ്മളിലുണ്ട്. കയ്യിലിന്റെ അതേ സംസാരം നമ്മളിലുണ്ട്, കയ്യിലിന്റെ അതേ ചിന്താഗതി നമ്മളിലുണ്ട്. ഞാൻ കഷ്ടപ്പെട്ടല്ലേ വയലിൽ നിന്ന് നല്ലത് കൊണ്ടുവന്ന് യാഗം കഴിച്ച്, എന്നിട്ട് നീ ഇതിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. അവൻ സ്തോത്രം ആടുകളിൽ നിന്ന് ഏറ്റവും നല്ലത് കൊണ്ടുവന്ന് യാഗമർപ്പിച്ചപ്പോൾ നീ അതിൽ പ്രസാദിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ക്രമീകരിക്കപ്പെടാണ്ടവർ നമ്മൾ ഓരോരുത്തരും അല്ലേ. നമ്മൾ ആരെയും പറയണ്ട. ആരെങ്കിലും പറയണോ? ആരെയും പറയണ്ട. ഈ കയ്യിന് ആരാ വേറെ ഏതെങ്കിലും സഭ ഇരിപ്പില്ല, നമ്മൾ തന്നെയാണ് ഈ ആള്. ഈ കയ്യിൽ നമ്മൾ തന്നെയാണ്, നമ്മൾ തന്നെയാണ്. നമ്മളിലുണ്ട് ഈ സ്വഭാവം, നമ്മളിലുണ്ട് ഈ കോപ സ്വഭാവം, നമ്മളിലുണ്ട് ഈ ശാഠ്യ സ്വഭാവം. ഇതിൽ നിന്ന് വേണം നമ്മൾ മാനസാന്തരപ്പെടുവാൻ. വായിച്ചേ. നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്റെ. കണ്ടോ ആ വാക്യം കണ്ടോ? നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നിലേക്കാവുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. കണ്ടോ? അപ്പോ പാപം വന്ന് വാതിക്കൽ കിടക്കുകയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിന്റെ വാതിക്കൽ തന്നെ പാപം വന്ന് കിടപ്പുണ്ട്. അതെപ്പോഴാണ് നമ്മോട് സ്തോത്രം അത് നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ വായിൽ നിന്നൊരു വാക്ക് പറഞ്ഞ്, വാക്കോ പ്രവൃത്തിയോ നമ്മളിൽ നിന്ന് പുറപ്പെട്ട് സഹോദരനെ മലിനപ്പെടുത്തുകയേ വേണ്ടു, നമ്മുടെ വാതിലടഞ്ഞു അല്ലേ. നമ്മുടെ വാതിലടഞ്ഞു. സഹോദരന്റെ വഴി അടയാൻ നമ്മളൊരു ഉപകരണമായിട്ടുണ്ടെങ്കിൽ അകൃത്യം നമ്മുടെ വാതിൽക്കൽ കിടക്കുന്നു. അതിന് എന്നോടാണ് കാര്യമുള്ളത് അല്ലേ. അല്ല, തിന്മ ചെയ്യുകയാണ്, തിന്മ ചെയ്യാൻ റെഡിയാകുകയാണ്. ഹല്ലേലൂയ. വായിച്ചേ. നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നിലേക്കാവുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. അടുത്ത അപ്പോൾ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോകുക എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം കേട്ടോ, ഇത് കേൾക്കുമ്പോ പ്രതികരിക്കാതെ പോകുന്ന ഒരു കയ്യിനെ നമ്മൾ കാണുന്നു. പ്രതികരിക്കുന്നില്ല. നമ്മളും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വചനം പറയുമ്പോൾ ഈ പ്രതികരിക്കാതെ പോകുന്നവരുണ്ടല്ലോ, ഭയങ്കര അപകടകരമാണ്. ഈ കയ്യിനെ ശ്രദ്ധിക്കുമ്പോൾ കയ്യിനും പ്രതികരിക്കുന്നില്ല. ഉണ്ടോ? മൗനമായിട്ട് താൻ പോവുകയാണ് ചെയ്യുന്നത്. ആമേൻ. വായിച്ചേ. അവർ വയലിലിരിക്കുമ്പോൾ അതായത് എന്താ, എനിക്ക് ഈ ഭാഗം വായിച്ചപ്പോൾ ഇതിനു മുമ്പ് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ വന്നൊരു കാര്യം ഞാൻ പറയാം. ഇവിടെ വായിക്കുന്നത് ശ്രദ്ധിക്കണം. അവിടെ കർത്താവ് തന്നെ ചോദിക്കുന്ന, യഹോവ ചോദിക്കുന്നൊരു കാര്യമാണ്. നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലോ, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. അപ്പോൾ അടുത്ത വാക്യം വായിക്കുന്നത്, അപ്പോൾ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോകുക എന്ന് പറഞ്ഞു. അവർ വയലിലിരിക്കുമ്പോൾ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? വചനം നിന്നോട് പറയുമ്പോൾ, വചനം നിന്നോട് ഇടപെടുമ്പോൾ, വചനത്തോട് നീ പ്രതികരിച്ചാൽ നീ രക്ഷപ്പെട്ടു. നിന്റെ ഉള്ളിലെ കോപവും ശാഠ്യവും വൈരാഗ്യവും നിന്നിൽ നിന്നും മാറിപ്പോകും. അതല്ല, വചനം കേട്ടിട്ടിരുന്ന് ഉറങ്ങി എന്നോടല്ല ഇതൊന്നും പറയുന്നത്, എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് പോയാൽ നീ സൂക്ഷിക്കുന്നത് നിന്റെ ഹൃദയത്തിലെ വൈരാഗ്യമാണ്. അത് നീ ആഗ്രഹിക്കുന്നത്, സാത്താൻ ആഗ്രഹിക്കുന്നതാണ്. നീ വചനത്തോട് പ്രതികരിക്കരുത് കയ്യിനെ. നിന്റെ ഹൃദയത്തിൽ നീ കോപവും വൈരാഗ്യവും സൂക്ഷിച്ചു വെക്കണം. എന്നിട്ട് നീ ഹാബേലിനെ കൂട്ടി വയലിലിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിലിരിക്കുന്ന കോപം നീ വെളിപ്പെടുത്തിക്കോണം. ഇങ്ങനെ പാപം ഉണ്ടാകുന്നേ. വചനം കേൾക്കുമ്പോൾ കൊലപാതകമോ വ്യഭിചാരമോ ദുർനടപ്പോ ഏതെങ്കിലും അശുദ്ധി പ്രവർത്തിക്കുന്നതുണ്ടെങ്കിൽ വചനത്തോട് പ്രതികരിക്കാതെ സഭയ്ക്കകത്തിരിക്കുന്ന വിശ്വാസികൾ ഉണ്ടെങ്കിൽ അവരെ സൂക്ഷിച്ചോണം. അവര് പ്രതികരിക്കുന്നില്ല. അവര് പിന്നീട് വലിയ കുഴിക്കകത്ത് വീട് തകർന്നു കഴിയുമ്പോഴത്തേനും എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കും,
കർത്താവെ നീ ഇവിടെ ഇല്ലായിരുന്നോ, കർത്താവെ എന്നെ രക്ഷിക്കാൻ. എന്തുകൊണ്ടാണ് നീ വചനത്തോട് പ്രതികരിക്കാതിരുന്നത്? വചനത്തോട് പ്രതികരിച്ചാൽ നീ സ്വയമായി നീ ഉടയേണ്ടതായിട്ട് വരും. നീ വചനത്തോട് പ്രതികരിച്ചാൽ നീ ഉടഞ്ഞ് നീ നീതിയും നന്മയും പ്രവർത്തിക്കാൻ തുടങ്ങും. അത് സാത്താൻ ഇഷ്ടമല്ല. ഇതാണ് ബന്ധനം എന്ന് പറയുന്നത്. ശരിയായ ബന്ധനം അതാണ്. ശരിയായ ബന്ധനം എന്ന് പറയുന്നത് വചനം വെളിപ്പെട്ടിട്ടും വചനത്തോട് പ്രതികരിക്കാതെ നീ മാറിപ്പോയല്ലോ, നീ ബന്ധനത്തിനകത്താ. ഒത്തിരി പേരുണ്ട് വചനം പറയുമ്പോൾ കേൾക്കത്തില്ല, അതിനോട് പ്രതികരിക്കാതെ തൻ്റെ വഴിക്ക് പോകും. യഥാർത്ഥ ബന്ധനം അത് ആരും തലയെ കഴിച്ചിട്ട് തകർന്നു മാറട്ടെന്നോ നീ ക്രമീകരിക്കപ്പെടണമെന്നും പറഞ്ഞാലൊന്നും നടക്കത്തില്ല. പിന്നെയോ അത് സാത്താൻ കൊണ്ടുപോകുന്നത് എന്തിനാണെന്നറിയോ? സാത്താൻ കൊണ്ടുവന്നത് നശിപ്പിക്കാനാണ് കൊണ്ടുപോകുന്നത്. സാത്താൻ കൊണ്ടുപോകുന്നത് നശിപ്പിക്കാനാണ് കൊണ്ടുപോകുന്നത്. യൂദാ രാത്രിയിൽ തന്നെ എവിടെ നിന്ന് ഇറങ്ങി? കർത്താവിന്റെ അടുക്കൽ നിന്ന് ഇറങ്ങി അല്ലേ? നേരെ പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു. അവർ ചോദിച്ചു എന്നാ വരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ 30 വെള്ളിക്കാശ് തരാമെന്ന് പറഞ്ഞൊത്തു. എന്നിട്ട് പണവും കൊടുത്തു. അത് കഴിഞ്ഞ് കാണിച്ചെല്ലാം കഴിഞ്ഞ് കർത്താവിനെ പിടിച്ചോണ്ട് പോയി. രാത്രിയിലായപ്പം മനസാക്ഷി കുത്താൻ തുടങ്ങി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മനസാക്ഷി കുത്താൻ തുടങ്ങി. ചെയ്ത് ശരിയല്ലെന്ന് പറഞ്ഞു. അവസാനം അവനെ തിരിച്ച് പുരോഹിതന്മാരുടെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ തിരിച്ചു തരിക. പറഞ്ഞു, ഞങ്ങൾക്ക് പൈസ ഒന്നും വേണ്ട, നിനക്ക് ഇനി വേണോ പൈസ? ഇനിയും തരാം, ഞങ്ങൾക്ക് പൈസ ഒന്നും വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ ചിന്തിച്ച് ഈ പൈസ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ഉള്ളിലെ പ്രശ്നം മാറുമെന്ന് വിചാരിച്ചായിരുന്നു. ആ മനസ്സിലാക്കണോ? 3.5 വർഷക്കാലം ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് നിനക്ക് ഇതിൽ നിന്നൊരു ക്രമീകരണം വരാൻ ഒരു വചനം ഹൃദയത്തിലില്ലായിരുന്നു. യഥാർത്ഥ ബന്ധനം അതാണ്. യഥാർത്ഥ പ്രതിസന്ധി വരുമ്പോൾ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ഒരു വചനം പോലും ഉള്ളിലില്ല. ഏറ്റവും വലിയൊരു പരാജയമല്ലേ അത്? അങ്ങനെ യൂദാ എന്നു അവന്റെ കയ്യിലിരുന്ന ആ 30 വെള്ളിക്കാശ് മന്ദിരത്തിന് നേരെ വലിച്ചെറിഞ്ഞു. എന്നിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നോക്കിയപ്പോ പിന്നീട് സ്വസ്ഥതയില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, വർഷങ്ങളായിട്ട് സഭയ്ക്കകത്ത് ഇരുന്നിട്ടെ ഒരു വചനം പോലും പറയും അകത്ത് കയറി ഇതുപോലുള്ള വിഷയങ്ങൾ കയറി വരും. മനസ്സിലാകുന്നുണ്ടോ? ആശ്രയിച്ചിരിക്കുന്ന ആരെയാ? നിന്നോട് വചനം പറയുമ്പോൾ നീ അങ്ങനെ കാല് വാട്ടി തീറ്റയും കുടിയുമായിട്ട് രസിച്ച് പുറകെ ഇങ്ങനെ വന്നു. പക്ഷെ ഇതുപോലെ പിടിവീഴുന്ന സമയമുണ്ട്. ആരും കാണില്ല ഒരു വാക്യം പോലും പറഞ്ഞു തരാൻ. ഒരു വാക്യം പോലും പറഞ്ഞു തരാൻ ആരുമില്ലാത്ത അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. എങ്ങനെ നീ ഇതിനെ സർവൈവ് ചെയ്യും? എളുപ്പമല്ല. ഇതുപോലുള്ള പ്രതിസന്ധികൾ മുമ്പിലുണ്ട്, അതിനെ ജയിക്കണം. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. യോഹന്നാന്റെ ലേഖനത്തിലേക്ക് 3-ാം അധ്യായത്തിൽ നമ്മൾ വന്നത്. അവിടെ കയ്യീനിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ കയ്യീനൊരു ഉദ്ധാരണം കൂടാതെ തകർക്കപ്പെടുക ചെയ്തു അല്ലേ? ഒരു ഉദ്ധാരണമില്ലായിരുന്നവന്. അപ്പോൾ ഇതുപോലുള്ള അവസ്ഥകൾ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ഒരു തീരുമാനമില്ലാതെ തകർന്നു പോകുന്നവരെ ശ്രദ്ധിച്ചോണം. ഇവരുടെ പിന്നിൽ ദൈവവചനം ഇടപെട്ടിട്ടുണ്ട്. നമ്മളോടൊക്കെ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവവചനം ഇടപെടുമ്പോൾ നമ്മൾ അതിനോട് പ്രതികരിക്കണം. നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് വരുന്ന വചനത്തിന് മുമ്പിൽ നമ്മൾ സമർപ്പിക്കണം. ഹല്ലേലൂയ. ഒത്തിരി പേര് ചെയ്യുന്ന ആ പ്രതിസന്ധി വരുമ്പോൾ വചനം കേൾക്കാറില്ല. ഈ ആഴ്ചക്കാലവും പ്രതിസന്ധികൾ വന്നാൽ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഈ ആഴ്ചക്കാലം വെല്ലുവിളികൾ വരുമ്പോൾ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കുന്ന എന്നാ പറയാ, എല്ലായ്പ്പോഴും കർത്താവ് കൂടെ ഉണ്ടെന്ന്. യൂദ ചിന്തിച്ചത് എന്താണെന്നറിയാം, ഇതാ ചിന്തിച്ചത്, ഞാനിപ്പോൾ ഒരു തെറ്റൊക്കെ ചെയ്തിട്ട് വന്നാലും തിരിച്ചു വന്ന് കർത്താവിനോട് പറഞ്ഞ കർത്താവ് ക്ഷമിക്കുമെന്ന്. പക്ഷെ അങ്ങനെ ക്ഷമിക്കാനും നിനക്ക് സംസാരിക്കാനും സാത്താൻ അനുവദിച്ചില്ലെങ്കിലോ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സാത്താൻ ബന്ധിച്ചാൽ ആ ബന്ധനം അഴിക്കണമെന്നുണ്ടെങ്കിൽ നീ കർത്താവിനെ ചതിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിനക്ക് വഴി തെളിയത്തില്ല. അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ പറയുന്നു, സഹോദരനെ പകയ്ക്കുന്നവനാണെങ്കിൽ പ്രശ്നം. സഹോദരനെ പകയ്ക്കുന്നവനാണോ? സഹോദരന്മാരിലൂടെ ഒരു വചനം പോലും നിന്റെ ജീവിതത്തിൽ വരത്തില്ല. സഹോദരന്മാരിലൂടെ ഒരു വിടുതൽ വെളിപ്പെടുന്നില്ല. അത് വരണമെന്നുണ്ടെങ്കിൽ നീ സഹോദരന്മാരെ നീ സ്നേഹിക്കണം. ഹല്ലേലൂയ. നമ്മൾ പലരെയും വേർതിരിച്ചിരുത്തുന്നത് കൊണ്ട് ദൈവപ്രവൃത്തി പലപ്പോഴും ജീവിതത്തിൽ വെളിപ്പെടാതെ വരും. എന്താ കാരണം? ദൈവം ആരിലൂടെ ഇടപെടുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അവരുടെ എല്ലാം വാതിൽ നമ്മൾ അടച്ചിട്ടാകരുത് ഇരിക്കുന്നത്. ആമേൻ. വായിച്ചാട്ടെ. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാവുന്നു, യാതൊരു കൊലപാതകനും നിത്യജീവനുള്ളിൽ വസിച്ചിരിക്കില്ല എന്ന് നിങ്ങൾ അറിയുന്നു. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തായെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാവുന്നു. കണ്ടോ, ഇവിടെ മാതൃക ശ്രദ്ധിച്ചോ? നമ്മുടെ പ്രാണൻ സഹോദരന്മാർക്ക് വേണ്ടി വെച്ച്. അപ്പൊ ഒരുവൻ നമ്മളെ കളിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നതിൽ വല്ല വിഷമമുണ്ടോ?
അപമാനിക്കുന്നതിൽ വിഷമമുണ്ടോ? നമ്മളെ താറടിച്ച് നമ്മളെ സംസാരിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്കുള്ള വചനം എന്താണ്? നിന്റെ സഹോദരന് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കാനായിട്ട് റെഡി ആണോന്ന് ചോദിച്ചേ, അവർ കർത്താവിനോട് കൂടെ വാഴും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അത് തിരിച്ചറിയണം വചനം. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന, എന്നോടൊരു ദൈവദാസൻ പറഞ്ഞൊരു കാര്യം, വിൻസെന്റ്, ഞങ്ങളുടെ പ്രസ്ഥാനത്തെ വിട്ടുപോയി കഴിഞ്ഞാൽ നീയൊക്കെ അനുഭവിക്കും, അല്ലേ? നീ അനുഭവിക്കും. ഇത് കേട്ട നാള് ആത്മീയമായിട്ട് ഞാൻ ശിശുവായിരുന്നു, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അതിൽ അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിന്ന് നമ്മൾ അടുത്ത സ്റ്റെപ്പ് വെച്ച് പോകുന്നു. ഈ പറഞ്ഞ ആള് നീ മിനിസ്ട്രിയിലേ ഇല്ല, പറഞ്ഞ ശുശ്രൂഷകൻ ഇന്ന് ശുശ്രൂഷയിലേ ഇല്ല. അതുകൊണ്ട് എന്നോട് വൈരാഗ്യപ്പെട്ടവളാണെന്നാ പറഞ്ഞ അല്ല, സഹോദരന് വേണ്ടി ജീവനെ കൊടുക്കാനും നമ്മൾ പ്രാണനെ കൊടുക്കാനും നമ്മൾ തയ്യാറായിരിക്കും. ഹല്ലേലൂയ. പലതും നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. നമ്മളെ ചിലര് ത്രാസിൽ തൂക്കും, നമ്മളെ തൂക്കും. നിന്റെ വില ഇത്രയുള്ളടാ, നിന്റെ ക്വാളിറ്റി, നിന്നെ അംഗീകരിച്ചിരിക്കുന്ന ഇത്രയുള്ളൂ, നമ്മളെ തൂക്കി നോക്കും. നമ്മൾ പ്രതികരിക്കരുത്. ക്രൂശിലേക്ക് നോക്ക്. കർത്താവിനെ എന്തോരം ഉപദ്രവിച്ചു, എന്തോരം അപഹസിച്ചു, എന്തൊക്കെ പറഞ്ഞു. കർത്താവ് അതിനോടെല്ലാം പ്രതികരിച്ചോ? പ്രതികരിച്ചില്ല. ഇതാണ് നമ്മുടെ മാതൃക. പലതും നമ്മൾ കേൾക്കും, പല അപമാനങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും. നമ്മൾ മനസ്സിലാക്കണം, അക്കരെ നാട്ടിൽ പോകാനുള്ളവരാണ്. അതുകൊണ്ട് നമ്മുടെ ഓട്ടത്തിന് തടസ്സം ഉണ്ടാകരുത്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. അടുത്ത ആരെങ്കിലും കണ്ടിട്ട് കണ്ടോ? അപ്പോ മുട്ടുള്ളവന്, ഇത് ആ വിഷയം പറയുമ്പോ ഇന്നും നമ്മൾ പലരും മുട്ടുള്ളവരുണ്ട്, അല്ലേ? പല വിധത്തിൽ മുട്ട് അനുഭവിക്കുന്നവരുണ്ട്, ഇല്ലായ്മ അനുഭവിക്കുന്നവരുണ്ട്, ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊടുത്തോണം. ഹല്ലേലൂയ. ഉണ്ടെങ്കിൽ കൊടുത്തോണം. ഹല്ലേലൂയ. ചിലരോടൊക്കെ ചോദിക്കുമ്പോൾ അവരോട് പറയുന്നത്, അതിന് അർഹതപ്പെട്ടവർക്കേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അർഹത എന്താണ്? ഒന്നുമില്ലാത്ത അവസ്ഥ. എവിടെയാണ് അങ്ങനെയുള്ളവരുള്ള? ഒത്തിരി കിടപ്പുണ്ട്. അങ്ങനെ പലതും പറയും. ഞാനൊരു കാര്യം പറയാം, ഒരു ജീവിതത്തിൽ ഒരു പക്ഷേ ഒരു വഴികളും തുറന്നില്ലെന്ന് വന്നേക്കാം, പക്ഷെ നമ്മുടെ കൈ ബലപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. അന്യായം നമ്മൾ ചെയ്യാൻ, നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കണം. സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട്, അല്ലേ? മുട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കണം. ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചെയ്തോണം അത്. ആമേൻ. വായിച്ചാട്ടെ. എന്നാൽ ഈ ലോകത്തിലെ വസ്തുതയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവരോട് മനസ്സരിവ് കാണിക്കാതിരുന്നാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ നാം വാക്കിനാലും നാവിനാലുമല്ല. കണ്ടോ? വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. അത് 1-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാര്യങ്ങളൊക്കെ ഡയലോഗ് പറയാൻ ഒത്തിരി കാര്യങ്ങൾ വന്ന് പറയും. ചിലരൊക്കെ വന്നിട്ട് എല്ലാം ചെയ്തോളാന്ന് പറയും. നമുക്ക് പറ്റാത്ത കാര്യം പറയരുത്. ഒന്നാമത്തെ കാര്യം പറയാം, പറ്റാത്ത കാര്യം പറയരുത്. പറഞ്ഞ കാര്യം നിവർത്തിച്ചോ. ഹല്ലേലൂയ. പറഞ്ഞ കാര്യം നിവർത്തിച്ചോ. പറ്റാത്ത കാര്യം പറയരുത്. ഹല്ലേലൂയ. പലരും നമ്മളെ രക്ഷിക്കാം, ഞങ്ങൾ ചെയ്തോളാം, സപ്പോർട്ട് ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് പറയും. കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരെ ഒന്നും കാണത്തില്ല. അങ്ങനെ ആകരുതെന്നാണ് യോഹന്നാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ നാം സ്നേഹിക്കുക. അടുത്തത് അറിയാം. അടുത്തത് നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും എന്ന് നമ്മുടെ ഹൃദയത്തെ അവന്റെ സന്നിധിയിൽ ഉറപ്പിക്കുക. 21-ാം വാക്യം. പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാപിക്കുന്നുണ്ട്. കണ്ടോ? ഇത് അഭിഷേകം പ്രാപിച്ച ദൈവമക്കളോടാണ് പറയുന്നത്. നമ്മുടെ ഹൃദയം കുറ്റം നമ്മളെ വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇത് രക്ഷിക്കപ്പെട്ടവർക്കുള്ള ഒരു ഓഹരിയാണ്.
നമ്മൾ ഏതൊരു വിഷയവും നമ്മൾ ദൈവസന്നിധിയിൽ പരിശോധിക്കുമ്പോൾ ഇത് ശരിയല്ല എന്ന് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവോട് സംസാരിച്ചാൽ നമ്മൾ സ്വത്ത് അത് ക്രമീകരിക്കണം. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ അതിനെക്കുറിച്ച് ഒന്നും ഇടപെടുന്നില്ലെങ്കിൽ നമുക്ക് സുഗമമായി അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കാല് വെക്കാൻ ഇടയായി തീരും. ഹല്ലേലൂയ. കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അടുത്തത്, അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട്, ശ്രദ്ധിക്കണം, എന്ത് യാചിച്ചാലും അവനിൽ നിന്ന് ലഭിക്കും. അപ്പോൾ യോഹന്നാൻ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്നാണെന്നറിയാവോ? നമ്മുടെ മനസ്സാക്ഷി, നമ്മുടെ ഹൃദയം നമ്മളെ വിലക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇരിക്കെ നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി ലഭിക്കത്തില്ല. ആര് പ്രാർത്ഥിക്കുമ്പോഴാണ് മറുപടി ലഭിക്കാത്തെന്നറിയാവോ? പല കുറവുകളും ജീവിതത്തിൽ ഇരുന്നിട്ട് മനസാക്ഷി കുത്തുന്നവരെ ഇരുന്ന് നമുക്ക് വേണ്ടി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാൽ ഒന്നും നടക്കത്തില്ല. മനസാക്ഷി അല്ലെങ്കിൽ ഹൃദയം നമ്മളെ കുറ്റം വിധിക്കാത്ത, അല്ലെങ്കിൽ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ ഉള്ളവർ പ്രാർത്ഥിച്ചാലേ ദൈവസന്നിധിയിൽ നിന്നും മറുപടി ലഭിക്കത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അത് ദൈവം ചെയ്തു തരും. അങ്ങനെ ചിലരെ കുറിച്ച് പറയും, ചിലർ വന്ന് പറയുന്നത് എന്ത് പ്രാർത്ഥിച്ചാലും മറുപടിയില്ല, ഒന്നും മറുപടി. കാര്യം അവർ വർഷങ്ങളായി അവരുടെ ജീവിതത്തിൽ മനസാക്ഷിയെ, ഹൃദയത്തെ കുറ്റം വിധിക്കുന്ന വിഷയങ്ങൾ അവിടെ കിടപ്പുണ്ടാകാം. അത് അവർ അന്വേഷിച്ച് ക്രമീകരിക്കത്തില്ല. എന്നിട്ട് അവർ പ്രാർത്ഥിക്കാൻ തയ്യാറാ. അത് മനുഷ്യരെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. മനുഷ്യരെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. മനുഷ്യരുടെ മുമ്പിൽ പ്രസാദത്തിനായിട്ട് ആത്മീയമായ ഒരു കാര്യങ്ങളും എടുക്കരുത്. കപടഭക്തിയുണ്ട്. ദൈവത്തിന് ഏറ്റവും വെറുപ്പുള്ളത് കപടഭക്തിയാണ്. കപടഭക്തി എന്തുകൊണ്ടാണ് കപടഭക്തിയാകുന്നത്? ഹൃദയത്തെ കുറ്റം വിധിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാതെ പ്രാർത്ഥിക്കുമ്പോൾ അത് കപടഭക്തിയായിട്ടാണ് എഴുതപ്പെടുന്നത്, അല്ലേ? ഹല്ലേലൂയ. അടുത്ത് വായിക്കുന്നത്, പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട് എന്ത് യാചിച്ചാലും അവനിൽ നിന്ന് ലഭിക്കും. അപ്പോൾ പ്രസാദകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന വിഷയങ്ങൾ ഞാൻ പ്രാഗൽഭ്യത്തോടു കൂടെ ചെയ്യുമ്പോൾ മാത്രമാണ് ഇവിടെ ദൈവത്തിന്റെ വചനം ഇവിടെ പറയുന്നത് എന്താണ്? സ്തോത്രം, അവന് പ്രസാദമുള്ള കാര്യങ്ങളായി തീരുന്നത്. എങ്ങനെ ഈ പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? പ്രസാദമുള്ള കാര്യങ്ങൾ ഏതാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തും. ആ വിഷയങ്ങൾ പൂർണ്ണ തോതിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങളായി തീരുന്നത്. നമ്മുടെ ഹൃദയത്തെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അടുത്തത്, സ്തോത്രം, അവന്റെ കൽപ്പനയോ അവന്റെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, സ്തോത്രം, നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. അടുത്തത്, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. കണ്ടോ? അതായത് ആത്മാവിനാൽ അറിയുന്നൊരു കാര്യമുണ്ട്. അടുത്ത അഭിഷേകം പ്രാപിച്ചൊരു ദൈവവൈതലിനോട് ഞാൻ ദോഷം പറയാൻ പാടില്ല, തിന്മ പ്രവർത്തിക്കാൻ പാടില്ല, അവനെ വഞ്ചിക്കാൻ പാടില്ല, സത്യം ഇടപെടാൻ പാടില്ല. അതിന്റെ ഇടയിൽ ഒരു കപടതയും പാടില്ല. അതിന്റെ ഇടയിൽ നിന്റെ വിദ്യാഭ്യാസ യോഗ്യത കയറരുത്, നിന്റെ കുടുംബമഹിമ കയറരുത്, അതിന്റെ ഇടയിൽ സ്വന്തം യാതൊരു വഷളത്തരവും കയറി വരരുത്. ഹല്ലേലൂയ. ഇന്ന് ഒത്തിരി പ്രൊഫഷണൽസ് അല്ലേ? പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൊഫഷനിൽ ഏറ്റവും നല്ല ബെനിഫിഷ്യറി ആയി, ഏറ്റവും നല്ല പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ ഒത്തിരി ബിസിനസ് ട്രിക്സ് ഉണ്ട്, അല്ലേ? ബിസിനസ് ട്രിക്കുകളുണ്ട്. ആ ബിസിനസ് ട്രിക്കുകൾ ഇന്ന് അനേക വിശുദ്ധന്മാരുടെ ഇടയിലും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ വിട്ട് നിർമ്മലതയോടെ സംസാരിക്കാൻ, നിർമ്മലതയോടെ പ്രവർത്തിക്കുവാൻ തക്ക വേണം ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപ നമ്മളെ ബലപ്പെടുത്തിട്ട് സഹോദരനെ സ്നേഹിക്കുവാൻ, സഹോദരനെ പകയ്ക്കുവാൻ ഇടയാകരുത്. നമ്മൾ സഹോദരനെ സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുകയാണ്. ഇന്ന് പകൽ നേരം നമ്മളെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ദൈവസ്ഥ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കേട്ട വചനത്തെ വഹിച്ചുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. മമ്മി ശബ്ദം